മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ എംപ്ലോയീസ് അസോസിയേഷൻ എന്നൊരു പ്രത്യേക വിഷയത്തിൽ ഒരു പ്രഭാഷണം മാത്രമല്ല ഒരു ചർച്ച സംഘടിപ്പിക്കുകയാണ്. നിങ്ങൾ ഇടയ്ക്കിടെ കാലികമായ വിഷയത്തിൽ ഇതുപോലുള്ള പ്രഭാഷണങ്ങളും ചർച്ചകളും ഒക്കെ സംഘടിപ്പിക്കാറുണ്ട് എന്നത് എനിക്കറിയാം. എനിക്ക് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വരാനും ഇവിടുത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വിദ്യാഭ്യാസമുള്ള നാടിനെക്കുറിച്ച് രാജ്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ കഴിയുന്ന എല്ലാ മനുഷ്യരും ഗൗരവതരമായി ചിന്തിക്കേണ്ടുന്ന ഒരന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. രാജ്യത്തിൻ്റെ നിലനിൽപ്പും നമ്മുടെ നാളത്തെ സമൂഹത്തിൻ്റെ സുഗമമായിട്ടുള്ള നിലനിൽപ്പും ജീവിതവും ഒരു വലിയ വിഷയമായി നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നു. നമ്മളിന്ന് ജീവിച്ചിരിക്കുന്നവർ നല്ല ധാരണയോടുകൂടി ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തരായി മുന്നോട്ട് വന്നില്ല എങ്കിൽ ഒരു വലിയ അപകടത്തിലേക്ക് ഈ രാജ്യം നടന്നു നീങ്ങുകയാണ് എന്നുള്ളതാണ് വസ്തുത. 1947 ശേഷം ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് വിശ്വസിക്കാനാണ് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത്. അതിൻ്റെ കുറേ അംശങ്ങൾ ജനാധിപത്യത്തിൻ്റെ നമുക്ക് അനുഭവവേദ്യമാവുകയും ചെയ്തിരുന്നു. ആ ജനാധിപത്യം ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്നതിനെക്കുറിച്ച് സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി ശാസ്ത്രീയമായി എല്ലാവർക്കും അനുഭവയോഗ്യമാകുന്ന രീതിയിൽ ജനാധിപത്യത്തെ സമ്പുഷ്ടമാക്കണം എന്നാണ് ഇന്ത്യൻ പൗരന്മാർ കരുതിയിരുന്നത്. അതിനാവശ്യമായ പരിശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും പുരോഗമന പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതും വസ്തുതയാണ്. എന്നാൽ ചരിത്രത്തിൻ്റെ ഒരു വഴിത്തിരിവിൽ അത്തരത്തിലുള്ള ശ്രമങ്ങളെയെല്ലാം പിറകോട്ടടിപ്പിച്ചുകൊണ്ട് ആസുരമായ രീതിയിൽ ജനാധിപത്യ ധ്വംസനത്തിൻ്റെ വലിയ കോലാഹലം ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ പ്രത്യേകത. 100 വർഷക്കാലം വിദേശാധിപത്യത്തിൽ കഴിഞ്ഞ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വന്നതിന് വളരെ സംഭവബഹുലമായിട്ടുള്ള ചരിത്രമുണ്ട്. രക്തരഹിതമായ വിപ്ലവമായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമെന്നെല്ലാം ചിലർ പറയുമെങ്കിലും അതൊട്ടും രക്തരഹിതമായിരുന്നില്ല എന്ന് ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലോകത്തെമ്പാടും അടിമത്ത മുഖം വലിച്ചെറിയാൻ വേണ്ടി ജനങ്ങൾ പോരാട്ടം നടത്തി ചോര ചിന്തിയിട്ടാണ് മാറ്റങ്ങൾ ഉണ്ടായത്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തും വർഷങ്ങളോളം നീണ്ടുനിന്ന ശക്തമായിട്ടുള്ള സമരങ്ങളുടെ സഹനത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് സാമ്രാജ്യത്വ മുഖത്തിൽ നിന്ന് നമുക്കും കുതറി മാറാൻ സാധിച്ചത്. എത്രയോ വർഷങ്ങൾ നീണ്ടുനിന്ന പോരാട്ടം. ആ പോരാട്ടത്തിൽ മഹാത്മജി പോരാട്ടത്തിൻ്റെ ശക്തികളെ ഒരുമിച്ച് ചേർത്തിട്ടുണ്ട്, നയിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വലിയ സമരങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസിനകത്ത് തന്നെ വ്യത്യസ്ത ധാരകൾ ഉടലെടുക്കുകയും ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ ആ പോരാട്ടത്തെ നയിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ നമ്മൾ സ്വപ്നം കണ്ടതെല്ലാം നേടിയെടുക്കാൻ കഴിയും വിധം ഇന്ത്യയിലൊരു മാറ്റമുണ്ടാകണം, ഇന്ത്യയിലൊരു സാമൂഹ്യ മാറ്റമുണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ഒട്ടേറെ പേർ വ്യത്യസ്ത ധാരകളായി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിനകത്ത് വളർന്നു വന്നിരുന്നു എന്നുള്ളതും ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഇന്നൊരു വിഷയം എടുത്തിരിക്കുന്നത് മാറുന്ന സമൂഹം ഇടപെടലും ചെറുത്തുനിൽപ്പുമെന്നാണ്. മാറ്റമുണ്ടാകുന്നുണ്ട്, നമ്മളെല്ലാം പറയുന്നത് അതാണ്. സമൂഹത്തിൽ പൊതുവേ മാറ്റമുണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഉത്തരവാദിത്വം എന്താ? ആ മാറ്റത്തെ ഏറ്റവും നല്ല വഴിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. നമുക്ക് ദിശ മനസ്സിലാക്കാൻ സാധിക്കണം. ആ ദിശയിലേക്ക് വരുന്ന മാറ്റങ്ങളെ നയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സമൂഹം പിന്നോട്ട് പോകും എന്നതാണ് വസ്തുത. ഒരുപാട് അവസ്ഥകളിലൂടെ കടന്നിട്ടാണ് മനുഷ്യരാശി ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചേർന്നത്. മനുഷ്യരാശിയുടെ വികാസ ചരിത്രം കൗതുകകരമായിട്ടുള്ള ഒന്നാണ്. പുതിയ പുതിയ കാര്യങ്ങൾ ആ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തുന്നുണ്ടെങ്കിലും അതിൻ്റെ തന്തു, ആ മാറ്റത്തിൻ്റെ അതിന് വലിയ മാറ്റമൊന്നുമില്ല. അടിസ്ഥാനമായിട്ടുള്ള ഘടകങ്ങൾ പഴയ പ്രാചീനമായിട്ടുള്ള
വളരെ പ്രിമിറ്റീവായിട്ടുള്ള മനുഷ്യൻ്റെ ജീവിതം, ഗുഹാവാസികളൊക്കെ ആയിട്ടുള്ള മനുഷ്യർ, നൊമാഡിക്കായിട്ട് ആഹാരം തേടി പോകുന്നവർ, അവർക്ക് ഇന്നത്തെ പോലെ പാർപ്പിടങ്ങളോ വിദ്യാഭ്യാസമോ ഒന്നുമില്ലാത്ത കൂട്ടായിട്ടുള്ളൊരു ജീവിതം. പക്ഷേ ആ കൂട്ടായ്മയുടെ ഗുണം ഉണ്ട് എന്നതല്ലാതെ അതിജീവനത്തിനാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സ്വയം സൃഷ്ടിച്ചെടുക്കാൻ മാത്രം അറിവില്ലാത്ത, പ്രകൃതിയോട് ഇണങ്ങിയും പ്രകൃതി കോപങ്ങൾക്ക് കീഴടങ്ങിയും ജീവിച്ചിരുന്ന മനുഷ്യർ വംശനാശം നേരിടാതിരിക്കാൻ വലിയ പാടുപെടുകയായിരുന്നു. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ടാണ് മനുഷ്യർ ഭക്ഷണം തേടിയും സുരക്ഷ തേടിയും ചില ഇടങ്ങളിലേക്ക് ഒരുമിച്ച് വരികയും മിക്കവാറും നദീതീരങ്ങളിലൊക്കെ വന്ന് താമസിച്ച് കൂട്ടായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക്, ഒരിടത്ത് താമസിച്ചു കൊണ്ടുള്ളൊരു ജീവിതത്തിലേക്കൊക്കെ മാറുന്നത്. അതെല്ലാം സാമൂഹ്യശാസ്ത്രത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഭാഗമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗോത്രജീവിതത്തെക്കുറിച്ച് നമുക്കറിയാം, അടിമ ഉടമ സമ്പ്രദായത്തെക്കുറിച്ച് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതെല്ലാം പരസ്പര വൈരുദ്ധ്യങ്ങളുള്ളതായിരുന്നു. ആ വൈരുദ്ധ്യങ്ങളുടെ ഏറ്റുമുട്ടലിലൂടെ ചീത്തയായതിനെ കീഴ്പ്പെടുത്തി ശരിയായത് മുന്നോട്ട് വന്ന് അങ്ങനെ കൂടുതൽ ശരിയിലേക്ക് മനുഷ്യ സമൂഹം നീങ്ങി വന്ന ചരിത്രമാണ് സമൂഹത്തിൻ്റെ ചരിത്രം. അപ്പോൾ മാറ്റങ്ങളെന്ന് പറയുന്നത് വിരുദ്ധ ശക്തികളുടെ ഏറ്റുമുട്ടൽ തന്നെയാണ്, വൈരുദ്ധ്യാത്മകമാണ് സമൂഹവും മനുഷ്യരുടെ ജീവിതവും പ്രപഞ്ചവും എല്ലാം. ആ വിരുദ്ധ ശക്തികളിൽ ഏതിനെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്, ഏതാണ് നിലനിൽക്കേണ്ടത്, ആ നിലനിൽക്കേണ്ടതിനെ തിരഞ്ഞെടുത്ത് അതിൻ്റെ ചാലക ശക്തികളായിട്ട് മാറുകയാണ് ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യരുടെ ധർമ്മം. നമുക്കിന്നറിഞ്ഞിടത്തോളം ഈ ഭൂലോകത്തുള്ള അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള ജീവികളിൽ ചിന്തിച്ച് തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു ജീവി മനുഷ്യനാണ്. എന്ന് വെച്ചാൽ തലച്ചോറിൻ്റെ വികാസം വളരെയേറെ വർദ്ധിച്ചു വന്നിട്ടുള്ള, വികസിച്ചിട്ടുള്ള ജീവിയാണ് മനുഷ്യർ. അതുകൊണ്ട് തന്നെ നാളെയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നു, തീരുമാനമെടുക്കാൻ കഴിയുന്നു, ഉചിതമായത് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. മറ്റു ജീവജാലങ്ങൾക്ക് ജീവിക്കുക, സ്നേഹവും വിശ്വാസവും എല്ലാം പ്രകടിപ്പിക്കുന്ന ചില ഘടകങ്ങൾ ജീവികളിലെല്ലാം ഉണ്ട്. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക, കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക, അത് എല്ലാ ജീവികളിലും കാണുന്ന നൈസർഗികമായിട്ടുള്ള വാസനയാണ് മിക്കവാറും ജീവികളിൽ. എന്നാൽ മനുഷ്യർക്ക് നാളെയെക്കുറിച്ച് ആലോചിക്കാൻ അത് വെറുതെ ഒരു പ്രവചനമല്ല, യാതൊരു യുക്തിയുമില്ലാത്ത പ്രവചനമല്ല. യുക്തിയെ അടിസ്ഥാനമാക്കി വളർന്നു വന്ന ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി ഇന്നിങ്ങനെയാണെങ്കിൽ ഈ രീതിയിൽ പ്രൊസീഡ് ചെയ്യുമ്പോൾ ഇന്ന ഘട്ടത്തിൽ എന്തു സംഭവിക്കാം, അത് തികച്ചും സയൻസിൻ്റെ യുക്തിയെ അടിസ്ഥാനമാക്കി നമ്മൾ തീരുമാനിക്കുന്നതാണ്. അനുഭവത്തെ അടിസ്ഥാനമാക്കി, അതിൽ നിന്ന് കിട്ടിയ അറിവുകളെ അടിസ്ഥാനമാക്കി നമുക്ക് ചിലത് ഊഹിച്ചെടുക്കാൻ പറ്റും. എന്നാൽ ഊഹാപോഹങ്ങൾ വെറുതെ ഉണ്ടാക്കുന്നതല്ല ആ രീതി, ശാസ്ത്രീയമായിട്ടുള്ളൊരു രീതിയാണ്. അതുകൊണ്ട് ഈ സമൂഹം ഇന്നലെ എങ്ങനെയായിരുന്നു, ഇന്നെങ്ങനെയാണ്, ഇതെങ്ങോട്ടാണ് പോകേണ്ടത്, അങ്ങനെ പോകുമ്പോൾ ആ സമൂഹം എങ്ങനെയായിരിക്കണം എന്ന് ചിന്തിക്കാനും അവിടെ എത്തിക്കുന്നതിന് വേണ്ടി ഇന്നിനെ ക്രമീകരിക്കാനും കഴിയുന്ന ബുദ്ധി മനുഷ്യനുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. എന്നാൽ എല്ലാ മനുഷ്യരും ഇങ്ങനെ ബുദ്ധിയുള്ളവരായതുകൊണ്ട് നല്ല ക്രമീകരണങ്ങൾ ഉണ്ടാക്കും എന്ന് ധരിക്കുന്നത് വെറുതെയാണെന്ന് ചരിത്രം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അടിമകളും ഉടമകളും വലിയ കലാപത്തിലാണല്ലോ അടിമ ഉടമ അവസ്ഥ അവസാനിച്ചത്. സ്പാർട്ടക്കസും ഒക്കെ നമുക്കറിയാമല്ലോ. ഗ്രീസിലെ അടിമത്വം അതായിരുന്നു ഏറ്റവും, ഗ്രീസിന് മാത്രമൊന്നുമല്ല, ഭൂമിയുടെ നാനാഭാഗത്തും അത്തരത്തിലുള്ള അടിമത്വം ഉണ്ടായിരുന്നു, സ്ലേവറി. എന്ത് ഭീതിതമായിട്ടാണ് പെരുമാറിയത് ഉടമകൾ. ഒരു കൂട്ടം മനുഷ്യരെ അടിമകളാക്കി വെക്കുക, ചങ്ങലക്കിടുക, ജോലി ചെയ്യിപ്പിക്കുക. അവരെ എന്തോ ഒരു വസ്തുവകയാണ്, തൻ്റെ സ്വന്തം സമ്പാദ്യത്തിൽ ഇത്ര അടിമകളുണ്ടെന്ന് പറഞ്ഞാൽ വലിയ ധനികരായിരുന്നു. ആ അടിമകളെ കൈമാറ്റം ചെയ്യുമ്പോഴൊക്കെ ഒരു ഉടമയുടേതാണ് എന്ന് അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി ഇരുമ്പ് പഴിപ്പിച്ച് മുതുകിൽ ചുട്ടി കുത്തിയിട്ട് അടയാളം വെക്കുന്ന രീതി വരെ ഉണ്ടായിരുന്നു. ഇതൊരു പൈശാചികമായിരുന്നു അടിമ ഉടമ സമ്പ്രദായം എന്നാണ്. ആ പൈശാചികതയുടെ അംശങ്ങൾ ആ അടിമ ഉടമ വ്യവസ്ഥ അവസാനിച്ചിട്ടും ചില ഓളങ്ങളായി ചിലയിടത്തെല്ലാം ലോകത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരുതരം സാഡിസം, മറ്റു മനുഷ്യരെ വേദനിപ്പിക്കുന്നതിൽ വിഷമമില്ലാത്ത അവസ്ഥ, അതെല്ലാം കൈവഴിയായിട്ട് കുറേശ്ശെയൊക്കെ ഇപ്പോൾ വന്ന് നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ ദൗത്യം എന്താ? അത്തരത്തിലുള്ള മനുഷ്യത്വരാഹിത്യത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നതിന് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്.
ഏതെങ്കിലും ഒരു നൂറ്റാണ്ടിൽ, ഏതെങ്കിലും ഒരു വർഷം ഇത്രാം തീയതി ഈ അടിമ ഉടമ സമ്പ്രദായം അവസാനിച്ചു എന്ന് പറയാൻ കഴിയുന്നതല്ല സാമൂഹ്യ മാറ്റം. ഈ വലിയ വിരുദ്ധ സംഘടനകളിൽ വല്ലാതെ മനുഷ്യരെ പീഡിപ്പിക്കുന്നവരെ ചെറുത്തു തോൽപ്പിക്കാൻ പീഡനം അനുഭവിക്കുന്നവർ കൂട്ടം കൂടി ഒരുമിച്ച് നിന്ന് വലിയ ശക്തിയായിട്ട് മാറി പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടാണ് ഓരോ സ്ഥലത്തും ചൂഷകരെ അവസാനിപ്പിച്ചിട്ടുള്ളത്. ഈ ഭൂമിയിലെ മനുഷ്യ ജീവിതം തന്നെ ചൂഷകരും ചൂഷിതരുമായിട്ട് വേർതിരിഞ്ഞതുകൊണ്ട് വന്നതാണെന്ന് പ്രമുഖ ചിന്തകരായിട്ടുള്ള കാൾ മാർക്സും എംഗൽസും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ചിന്തകരുണ്ട്. ഇടതുപക്ഷ ചിന്തകരായിട്ടുള്ള മാർക്സും എംഗൽസും മാത്രമല്ല ലോകത്തിലുള്ള ചിന്തകർ. ലോകത്തെ വ്യാഖ്യാനിക്കുകയും മനുഷ്യ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുകയും ചെയ്യുക എത്രയോ ചിന്തകൾ. ഇപ്പോൾ നേരത്തെ സോക്രട്ടീസും പ്ലാറ്റോവും അരിസ്റ്റോട്ടിലും എല്ലാം അടങ്ങിയ ഗ്രീക്ക് ചിന്തകരടക്കം ഉണ്ട്. അവരെല്ലാം മനുഷ്യ സമൂഹത്തിൻ്റെ സുഗമമായ നിലനിൽപ്പിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് അവരുടെ കാലഘട്ടത്തിനനുസരിച്ച് ചില പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്. അതെല്ലാം അപ്പടി വീഴുകയല്ല നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലുള്ള നമ്മുടെ ജോലി. അതിൽ നിന്ന് പ്രായോഗികമായത് എന്ത്, അതെല്ലാം വായിച്ചും പഠിച്ചും ഇന്നുമായി താരതമ്യം ചെയ്ത് നമുക്ക് പ്രായോഗികമായിട്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അത് ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നതാണ് സാമൂഹ്യ പരിഷ്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞുപോയ നൂറ്റാണ്ടുകളിലെ ഒരു വലിയ ചോദ്യം, എന്തുകൊണ്ടാണ് ഒരുപാട് മനുഷ്യർ ഈ ഭൂമുഖത്ത് വേദന അനുഭവിക്കുന്നത്? ഉദാഹരണത്തിന് 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ 18-ാം നൂറ്റാണ്ടിൽ മനുഷ്യരെങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ്. വലിയ കഷ്ടതയായിരുന്നു മഹാഭൂരിപക്ഷം മനുഷ്യർക്കും. എല്ലും തൊലിയുമായി ഉണങ്ങിപ്പോകുന്ന മനുഷ്യർ 10-40 വയസ്സ് പ്രായമാകുമ്പോഴേക്കും മനുഷ്യായുസ് പൂർത്തിയായി മരിച്ചു പോകുന്ന മനുഷ്യർ, ഭക്ഷണമില്ലാത്തവർ, വിദ്യാഭ്യാസം ഇല്ലാത്തവർ, പ്രകൃതി കോപങ്ങളെ നേരിടാൻ സുരക്ഷിതമായൊരിടമില്ലാത്തവർ, വാസയോഗ്യമായ വീടില്ലാത്തവർ, അങ്ങനെയൊക്കെ ആയിരുന്നു അവർ. ആ പട്ടിണിക്കാരുടെ മുന്നിലാണ് ഈ 2 ജർമ്മൻ ചിന്തകർ ഒരു വലിയ താരകം പോലെ ഉദിച്ചുയർന്നത്. അതുവരെ ഭൂമിയിലെ കഷ്ടപ്പാടിന് എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമുണ്ടായിരുന്നു, മതമേലധികാരികളിൽ നിന്ന്. മതമൊന്നും മോശമല്ല, എല്ലാവരും ഏതൊക്കെയോ മതത്തിലുള്ളവരാണ്. നിങ്ങളിവിടെ ഇരിക്കും, നമ്മൾ ജനിച്ച് വളരുമ്പോൾ തന്നെ ഏത് മതാചാരമുള്ള കുടുംബത്തിലാണോ ജനിക്കുന്നത്, വളർന്നു വരുമ്പോൾ ആ മതം നമ്മുടെ മേലെ ചാർത്തപ്പെടും എന്നുള്ളത് വസ്തുതയാണ്. മതത്തിൻ്റെ നല്ല മൂല്യങ്ങളെല്ലാം പിന്തുടരുന്നതിന് വിരോധമൊന്നുമില്ല. മനുഷ്യ സ്നേഹപരമായിട്ടുള്ള എന്തെങ്കിലും അതിലെല്ലാം ഉണ്ടാകും. അതെല്ലാം തുടർന്നു പോകുന്നതിന് നമുക്ക് ആർക്കും വിരോധമൊന്നുമില്ല. പക്ഷെ മതത്തിൻ്റെ പേരിൽ മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോഴാണ് നമ്മളതിൻ്റെ വിമർശകരായിട്ട് മാറുന്നത്. അതിൻ്റെ അർത്ഥം ആരെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്നു, ആ മതത്തിൻ്റെ ഈശ്വരനിൽ വിശ്വസിക്കുന്നു, ആ മതത്തിൻ്റെ ആചാരങ്ങളിൽ, ദോഷമല്ലാത്ത ആചാരങ്ങളിൽ വിശ്വസിക്കുന്നു എങ്കിൽ അവർ മോശക്കാരാണെന്ന് മുദ്രകുത്തുകയല്ല. ഇതൊക്കെ കാലാകാലമായിട്ട് ശീലിച്ചു വന്ന മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത ആചാരാനുഷ്ഠാനങ്ങൾ, അതൊക്കെ കൂടിയാണ് മനുഷ്യനെ ഇങ്ങനെ ഒരുമിപ്പിച്ച് നിർത്തുന്നത്. അതിലൊന്നും തർക്കമില്ല. പക്ഷേ ഈ മതത്തിന് മേലധികാരികളുണ്ടായിരുന്നു നേരത്തെ. ഓരോ മതത്തിൻ്റെ പ്രവാചകന്മാരോ സ്ഥാപകരോ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ മതത്തിൻ്റെ ദൗത്യം ഏറ്റെടുക്കുന്നത് അതത് കാലഘട്ടത്തിൽ വരുന്ന മതമേലധികാരികളാണ്. അവരിൽ ചിലർ നന്നായിട്ട് വ്യാഖ്യാനിച്ച് സുഗമമായി ഈ മതത്തിൻ്റെ ആശയങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. എന്നാൽ അവരിൽ ചില വിഭാഗങ്ങൾ മതപ്രവാചകരോ അല്ലെങ്കിൽ മതത്തിൻ്റെ സ്ഥാപകരോ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ചില കാര്യങ്ങൾ ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്കൂട്ടർ മതത്തെ ഉപയോഗിച്ച് സമൂഹത്തിൽ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ നേടുന്നതിനോ സമൂഹത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനോ ആഗ്രഹമുള്ളവരാണ് ചിലരെങ്കിലും. അതുകൊണ്ടാണ് മതത്തിൻ്റെ യഥാർത്ഥ മൂല്യങ്ങളുമായി ബന്ധമില്ലാത്ത ചില കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയുണ്ടാക്കി ശത്രുതാ മനോഭാവത്തെ അവ തമ്മിലടിക്കുന്നതിനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അത് മനുഷ്യരാശിക്ക് ഗുണകരമല്ല. അങ്ങനെയുള്ള മേധാവികളിൽ ചിലരാണ് ഈ ദാരിദ്ര്യത്തിന് എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ ദാരിദ്ര്യത്തിന് കാരണം ദൈവനിശ്ചയമാണ് എന്ന് പറഞ്ഞു പരത്തിയത്. ഈ എല്ലാറ്റിനും
ഭക്ഷണമില്ലാത്തതിന്, പാർപ്പിടമില്ലാത്തതിന്, മനുഷ്യർ താഴ്ന്ന ജാതിക്കാരായി പരിഗണിക്കപ്പെടുന്നതിന്, അവർ ഐത്താചരണത്തിന് വിധേയരാവുന്നതിന്, അൺടച്ചബിലിറ്റിക്ക്, ഇതിനൊക്കെ കാരണം എന്താണ് എന്ന് ആരെങ്കിലും ചോദിച്ചു പോയാൽ അവർ പ്രതിഷേധിച്ച് വരാതിരിക്കാനുള്ള ഒറ്റമൂലി എന്താ? ഇത് ദൈവത്തിൻ്റെ നിശ്ചയമാണ്. ദൈവത്തെ സ്നേഹിക്കാനല്ല, ദൈവത്തെ ഭയക്കാനാണ് ചിലർ പഠിപ്പിക്കുന്നത്. ദൈവം ഇങ്ങനെ നിശ്ചയിച്ചു, അത് ചോദ്യം ചെയ്താൽ ദൈവം നിങ്ങൾക്കെതിരാവും എന്നാണ്. അപ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് ചോദിക്കാൻ പറ്റുന്നില്ല, ഏത് ദൈവമാണ് അങ്ങനെ നിശ്ചയിച്ചത്? യേശു ക്രിസ്തു അങ്ങനെ നിശ്ചയിക്കാനിടയില്ല. ദൈവം ഭൂമിയിൽ അയച്ച ആളാണ് യേശു എന്നാണ് യേശു ക്രിസ്തു മതക്കാർ വിശ്വസിക്കുന്നത്. യേശുവിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. എന്താ യേശു ചെയ്തുകൊണ്ടിരുന്നത്? അന്ന് ഈ ഭൂമിയിൽ കഷ്ടത അനുഭവിക്കുന്ന മനുഷ്യരുടെ വേദന കണ്ട് മനസ്സലിഞ്ഞ്, ചെറിയൊരു പ്രശ്നമുണ്ട്, യേശു വഴിയിൽ ഇറങ്ങി നടക്കുക ചെയ്ത്, എന്നിട്ട് പാവങ്ങളുടെ മുന്നിൽ വലിയ പ്രസംഗം നടത്തി. യേശുവിൻ്റെ ഗിരിപ്രഭാഷണങ്ങൾ, ഉയർന്ന മണൽത്തിട്ടകൾ, ഇതുപോലെ സ്റ്റേജും മൈക്കും ഒന്നുമില്ലാത്ത നൂറ്റാണ്ടായിരുന്നല്ലോ. ആരും ക്ഷണിച്ചു കൂട്ടി കൊണ്ടുവന്ന് ഇതുപോലെ പ്രസംഗിപ്പിക്കാനൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഉയർന്നവരിടത്ത് നിന്ന് യേശു പ്രസംഗിക്കും. പാവപ്പെട്ടവരെല്ലാം കാതുകൂർപ്പിച്ച് മുന്നിൽ വന്നിരുന്ന് കേൾക്കും. എന്തുകൊണ്ടാണ് മടുപ്പില്ലാതെ കേൾക്കുന്നത്? യേശു പറയുന്നത് മുഴുവൻ അവരുടെ ജീവിതത്തെക്കുറിച്ചാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതുപോലെ പീഡിതരായിട്ട് കഴിയുന്നത്? നിങ്ങൾക്ക് വിശക്കുമ്പോൾ, നിങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ രാജാവിന് കപ്പം കൊടുക്കണമെന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് പാടില്ല. യേശു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ ഒരു തവണ വന്നു പറഞ്ഞതായി ബൈബിളിൽ ഒരു കഥയുണ്ട്. പ്രഭു അങ്ങ് കുറേ നേരമായി പ്രസംഗിക്കുന്നു, പക്ഷേ ഈ മുന്നിലിരിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ വിശന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പറയുന്നതൊന്നും ചിലപ്പോൾ അവരുടെ ചെവിയിൽ എത്തുന്നില്ല, ഗുണപാഠങ്ങൾ. ഉടനെ പ്രസംഗം നിർത്തിയിട്ട് യേശു പറഞ്ഞത്, ഓ ശരിയാണ്, ഇവരെല്ലാം വിശന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ധർമ്മം അവരോട് പ്രസംഗമല്ല, അതിന് പകരം നിങ്ങൾ പോയി ശിഷ്യന്മാരെ കുറേ അപ്പം ശേഖരിച്ചു കൊണ്ടുവരിക, എന്നിട്ട് ഈ പാവങ്ങൾക്ക് കഴിക്കാൻ കൊടുക്കുക. അവർ നാടാകെ പോയിട്ട് അവർക്ക് കിട്ടിയത് 5 അപ്പം എന്നാണ് കഥ. 5 അപ്പം വീതിച്ച് 5000-ങ്ങൾക്ക് കൊടുത്ത് വിശപ്പടക്കിയ ദേവൻ എന്ന് യേശുവിനെ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ. അതിൻ്റെ അർത്ഥം ആ കഥ അങ്ങനെ തന്നെ പകർത്തി 5000-ങ്ങൾ ഇരിക്കുന്നവരിടത്ത് അവർക്ക് വിശക്കുമ്പോൾ 5 അപ്പം അല്ലേ അണുപരുവത്തിലാക്കി വീതിച്ചിട്ട് 5000-ങ്ങൾക്ക് കൊടുക്കണമെന്ന കേവല യുക്തിയല്ല. ആ പറഞ്ഞതിൻ്റെ ആശയം എന്താ? മനുഷ്യരുടെ വിശപ്പടക്കുകയാണ് ആദ്യത്തെ ഉത്തരവാദിത്വം എന്നാണ്. മനുഷ്യൻ ജീവിച്ചിരുന്നാലല്ലേ ബാക്കിയെല്ലാം ഉള്ളൂ. അതുകൊണ്ട് അപ്പം ശേഖരിച്ച് വിതരണം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ വിശ്വാസികളുടെ ഉത്തരവാദിത്വം എന്ന ബോധത്തിലേക്കാണ് സമൂഹത്തെ. ക്രിസ്തുമത വിശ്വാസികൾ തന്നെയല്ല, എല്ലാ മതത്തിലുള്ളവർക്കും യേശുവിൻ്റെ സിദ്ധാന്തം അനുസരിക്കാം. അതായത് വിശക്കുന്നവന് ആഹാരം ശേഖരിച്ചു കൊണ്ടുവന്ന്, ആഹാരം ഇല്ലെങ്കിൽ അത് ഉൽപ്പാദിപ്പിച്ച് അത് ശേഖരിച്ച് വിതരണം ചെയ്ത് മനുഷ്യരുടെ എല്ലാം വിശപ്പടക്കുക എന്നതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അത് യേശു ക്രിസ്തുവിൻ്റെ പ്രഭാഷണവുമായോ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശവുമായോ ഒക്കെ നമുക്ക് ബന്ധപ്പെടുത്തിയിട്ട് എടുക്കുന്നതിന് തരക്കേടൊന്നുമില്ല. അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക, ഇതൊരു മനോഹരമാണ്. അതെല്ലാം മഗ്ദലേനയിലെ മറിയം ഒരുപാട് ആളുകൾ പിന്തുടർന്നോടി കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി ഓടി വന്നപ്പോൾ അവർ വന്ന് യേശുവിൻ്റെ മുന്നിൽ യേശുവിനൊരു ദിവ്യശക്തിയുണ്ടെന്ന് സമൂഹത്തിൽ വിശ്വസിച്ചിരുന്നു. അങ്ങനെയാണ്, നാട്ടിനെ നയിക്കുന്ന യുവാവാണ്. അപ്പോൾ ഓടി വന്നിട്ട് കാൽക്കൽ വീണ നാഥ എന്നെ കൊന്നുകളയും, ഇതേ പിന്നാലെ ആളുകൾ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, മകളെ നീ ചെയ്ത തെറ്റെന്താണ് നിന്നെ ഇങ്ങനെ ആക്രമിക്കാൻ? ഞാൻ ദുർനടപ്പുകാരിയാണെന്നാണ് പറയുന്നത്. ദുർനടപ്പുകാരിയാണെങ്കിൽ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടാവുമല്ലോ. ഒരാൾ ഒറ്റക്ക് ദുർനടപ്പ് നടത്താൻ സാധിക്കില്ല, ഒരു സ്ത്രീ ഒറ്റക്ക്. അപ്പോൾ യേശു പറഞ്ഞു വരട്ടെ. അവർ അങ്ങനെ കല്ലെറിയാൻ വന്നവർ യേശുവിനെ കണ്ട് നിന്നു. അപ്പോൾ യേശു പറഞ്ഞു, കല്ലെറിയുന്നതിന് കുഴപ്പമൊന്നുമില്ല, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നാണ്. അപ്പോൾ നമ്മളാരെങ്കിലും പറഞ്ഞാൽ അവർ കല്ല് തുരുതരാ എറിയും. കാരണം പാപം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് മനസ്സിലാവില്ലല്ലോ. പക്ഷെ അവർക്ക് യേശുവിലൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് യേശുവിനറിയാം ഈ കൂട്ടത്തിൽ പാപം ചെയ്തത് ആരാന്ന്. അവർ കല്ലെറിഞ്ഞാൽ കുഴപ്പമാകും എന്നുള്ളൊരു ഭയം കൊണ്ട് തന്നെ ഒരു കൈ ഉയർന്നില്ല. മഗ്ദലേനയിലെ മറിയം മോശക്കാരിയാണെന്ന് മുദ്ര കുത്തി ആ സ്ത്രീയെ അവിടെ വെച്ച് കല്ലെറിഞ്ഞ് കൊല്ലാൻ സാധിച്ചില്ല. അതിലൊരു സ്ത്രീ സമത്വവാദവും ഉണ്ട്.
സ്ത്രീകളെല്ലാം മോശക്കാരാണ്, സ്ത്രീകളുടെ കൂടെ മോശം ചെയ്യാൻ കൂട്ടുനിന്ന പുരുഷന്മാരെ ആരെയും ശിക്ഷിക്കേണ്ട എന്ന സിദ്ധാന്തം ഭൂമിയുടെ പല ഭാഗത്തും ഇപ്പോഴും ഉണ്ട്. ഏതെങ്കിലും ഒരു മതമൊന്നുമല്ല, എല്ലാ മതത്തിലും അതെല്ലാം ഉണ്ട്. അതാണ് ഈ മതത്തിൻ്റെ ഒരു അഴിഞ്ഞ വശം, സ്ത്രീകളോട് കാണിക്കുന്ന നിന്ന. മിക്കവാറും ഭൂമുഖത്തെ മതങ്ങളിലെല്ലാം ഏറിയും കുറഞ്ഞും ചില കാര്യങ്ങൾ സ്ത്രീ വിരുദ്ധമായിട്ട് ഇപ്പോഴും നിലനിൽക്കുക. സ്ത്രീകളിങ്ങനെ രണ്ടാം തരമാണ്, സ്ത്രീകൾ യഥാർത്ഥ മനുഷ്യരല്ല എന്നെല്ലാമുള്ളൊരു മട്ട് അത് ഈ ഭൂമുഖത്ത് അവതരിപ്പിക്കുന്നത് സംഘടിത മതങ്ങൾ അവർക്കൊരു പ്രധാന പങ്കുണ്ട് അതിൽ. യേശു പറഞ്ഞു, മോളെ നീ പൊയ്ക്കൊള്ളുക, അല്ലേ, പൊയ്ക്കൊള്ളുക പെൺകുഞ്ഞെ, ദുഃഖം പിടിഞ്ഞു നീ ഉൾക്കൊണ്ട് വിശ്വാസം കാക്കുന്നതിനെ പിന്നീട് വള്ളത്തോട് എഴുതി. പൊയ്ക്കൊള്ളുക, നീ തെറ്റ് ചെയ്യാതെ ജീവിച്ചാൽ മതി, കുഴപ്പമില്ല, നിന്നെ ആരും ദ്രോഹിക്കുകയൊന്നുമില്ല. എന്തൊരു കൺസെപ്റ്റാണെന്ന് ആലോചിച്ച് നോക്കൂ. ഈ സ്ത്രീയെ മോശക്കാരിയാക്കാൻ കൂട്ടുനിന്നവർ ഗടാഗടിയന്മാരായി നിന്ന് കലറിയാൻ വന്നപ്പോൾ യേശു പറഞ്ഞു, അല്ല അവൾ മാത്രമൊന്നുമല്ല കുറ്റം ചെയ്തത്, അതുകൊണ്ട് അവളെ ദ്രോഹിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ലെന്ന് പറഞ്ഞതിൽ ഒരു സ്ത്രീ സമത്വവാദം ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും പറയുന്നത് മതവിശ്വാസികളായ ചിലർക്ക് ഇഷ്ടമല്ല. ആ ആംഗിളിലല്ല പറയേണ്ടതെന്ന്. പിന്നെ ഏത് ആംഗിളിലാണ് പറയേണ്ടത്? നമ്മൾ മനുഷ്യർക്ക് ഗുണമുണ്ടാകുന്ന ആംഗിളിലല്ലേ മതങ്ങളുടെ സിദ്ധാന്തത്തെയും വ്യാഖ്യാനിക്കുക. ആ ആംഗിളിൽ തന്നെ വ്യാഖ്യാനിക്കപ്പെട്ടാൽ മതവിശ്വാസത്തിന് ഒരു തരക്കേട് സംഭവിക്കില്ല. യേശുദേവന് വിശ്വാസികളുടെ മനസ്സുകളുടെ സ്ഥാനത്തിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല. മുഹമ്മദ് നബിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഞാനിത് പറയുന്നത് മാർക്സും എംഗൽസും എല്ലാം അവരുടെ സിദ്ധാന്തം എഴുതുന്നതിന് മുമ്പ് നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. അതിനുശേഷം 6-ാം നൂറ്റാണ്ടിലാണല്ലോ യേശുവിന് ശേഷം ഇസ്ലാം മതത്തിൻ്റെ ആവിർഭാവം. ആ ആവിർഭാവഘട്ടത്തിൻ്റെ ചരിത്രത്തിലേക്കൊന്നും നമ്മളിവിടെ പോകുന്നില്ല. ഒരുപാട് കഥകൾ അതെല്ലാമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പ്രവാചകൻ എന്താ പറഞ്ഞത്? പ്രവാചകൻ പറഞ്ഞത് ഈ ഭൂമിയിലെ മനുഷ്യരുടെ കഷ്ടപ്പാട് കണ്ടിട്ട് മനസ്സരിഞ്ഞു ഭാര്യയോട് പറയുകയാണ്, ഖദീജ, എന്താ ഒരു മാർഗം ഈ മനുഷ്യരെ രക്ഷിക്കാൻ, അല്ലേ? ഒരു കൂട്ടം മനുഷ്യർ ആർത്ത് പുളച്ച് ജീവിക്കുന്നു, ഒരുപാട് മനുഷ്യർ വല്ലാത്ത വേദന തിന്ന് ജീവിക്കുന്നു. എങ്ങനെ ഈ പാവപ്പെട്ട മനുഷ്യരെ ഒന്ന് രക്ഷിക്കും? ഭയങ്കര യുദ്ധങ്ങൾക്ക് അധികവും പോകുന്നത് പുരുഷന്മാരാണ്. അവരെല്ലാം മരിച്ചു പോയാൽ നൂറുകണക്കിന് വിധവകൾ, അവളുടെ കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾക്ക് നിവൃത്തിയില്ലാത്ത അവസ്ഥ. ഒരു ഉത്തരം കിട്ടുന്നില്ല പ്രവാചകന്. അപ്പോഴാണ് ഹീറാ ഗുഹയിൽ ചെന്ന് കുറേ നാൾ തപസ് ചെയ്തത്. ഒരു ഉത്തരം കിട്ടണേ. അങ്ങനെ ഏകാഗ്രമായി തപസ് ചെയ്ത് ചിന്തിച്ചിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വെളിപാടുണ്ടായിട്ട് അദ്ദേഹം തിരിച്ചു വന്നു. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, എനിക്ക് പിടികിട്ടി, ഇല്ലേ, എന്നോടൊരു മലക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞിരിക്കുന്നു എന്താ ചെയ്യേണ്ടതെന്ന്. അത് മറ്റൊന്നുമല്ല, ഈ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി നടന്ന് അവരെ പഠിപ്പിക്കുക. അങ്ങനെയാണ് പ്രവാചകൻ ജനങ്ങളുടെ ഇടയിൽ മണൽക്കാറ്റേറ്റും കാല് ചുട്ടുപൊള്ളിയും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചും അവരുടെ ഇടയിലൂടെ നടന്നിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. എന്നിട്ട് പറഞ്ഞു, എവിടെ ചെന്നിട്ടായാലും എത്ര ദൂരെ ചെന്നിട്ടായാലും പഠിക്കണം, വിദ്യ അഭ്യസിക്കണം. വിദ്യ കൊണ്ട് മാത്രമേ മനുഷ്യർക്ക് മോചനം ഉണ്ടാവൂ. ഇന്നത്തെ ഭാഷയിലൊന്നുമല്ല പറഞ്ഞിട്ടുണ്ടാവുക, പക്ഷെ പറഞ്ഞു. നബിയുടെ കാലത്ത് പറഞ്ഞു, ഈ മൃഗബലി പോലുള്ള വൃത്തികെട്ട ആചാരങ്ങൾ എന്തിനാണ്? ഒരു ദൈവവും ഈ മൃഗത്തെയൊന്നും ബലി കൊടുത്താൽ പ്രസാദിക്കില്ല. നിങ്ങൾ അങ്ങനെയല്ല ദൈവത്തെ പ്രാർത്ഥിക്കേണ്ടത്. പിന്നെ ദൈവത്തിന് രൂപമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. ആവട്ടെ, ദൈവത്തിന് രൂപം ഉണ്ടായാലും ഇല്ലെങ്കിലും ദൈവവിശ്വാസിക്ക് ഒരുപോലെയാണ്. പക്ഷേ നല്ലൊരു ഇടപെടൽ നടന്നു 6-ാം നൂറ്റാണ്ടിൽ. സ്ത്രീകളുടെ കാര്യത്തിൽ നടന്നു. സ്ത്രീകൾ ദൈവത്തിൻ്റെ അംശത്തിൽ നിന്നുണ്ടായതല്ല. സ്ത്രീകൾക്ക് ശരീരത്തിൽ ഹൃദയം എന്ന് പറയുന്ന അവയവമില്ല. ഇതൊക്കെയായിരുന്നു പണ്ഡിത ശിരോമണികളുടെ ചർച്ച 6-ാം നൂറ്റാണ്ടിൽ. അവരോടാണ് പ്രവാചകൻ പറഞ്ഞത്, ഈ ഭൂമിയിൽ ധർമ്മനിഷ്ഠമായ ജീവിതം നയിക്കുന്ന സ്ത്രീക്കും പുരുഷനും അല്ലാഹു ഒരേപോലെ പ്രതിഫലം കരുതി വച്ചിട്ടുണ്ട്. നിങ്ങൾ നല്ലത് ചെയ്ത് ജീവിച്ചാൽ നിങ്ങൾക്ക് സ്ത്രീക്കും പുരുഷനും ഒരേപോലെയാണ് ദൈവത്തിൻ്റെ പ്രതിഫലമെങ്കിൽ സ്ത്രീയും പുരുഷനും ദൈവത്തിൻ്റെ കണ്ണിൽ വ്യത്യസ്തരല്ല എന്ന് കാണിക്കുന്ന വാചകമാണത്. 6-ാം നൂറ്റാണ്ടിൽ. അതും താണ്ടിയിട്ട് എത്ര നൂറ്റാണ്ട് പിന്നിട്ട് കൂട്ടരെ നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ നിൽക്കുമ്പോഴും ആ പറഞ്ഞതിൻ്റെ ഗരിമ ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ ഒരു സമത്വത്തിലേക്ക് നീങ്ങാൻ ഈ ഭൂലോകത്ത് ഇനിയും കഴിഞ്ഞിട്ടില്ല. ചില നല്ല സ്ഫുരണങ്ങളൊക്കെ ചിലയിടത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതിനെയൊക്കെ തല്ലിക്കെടുത്താൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഈ ആശയങ്ങളെല്ലാം ഉയർകൊണ്ട ഈ സാമൂഹ്യ മാറ്റങ്ങൾക്കെല്ലാം നിദാനമായ ഭൂമിയിലാണ് 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ കാൾ മാർക്സും എംഗൽസും 2 ചെറുപ്പക്കാർ അവർ ഈ ഭൂമിയിലെ മനുഷ്യരോട് ചോദിച്ചത്, കഷ്ടപ്പാടുകൾക്ക് എന്താ കാരണം? ടപ്പോന്ന് ഉത്തരം വന്നു, അതൊന്നുമല്ല, വിധിയാണ്, അല്ലേ? ഏത് നാട്ടിലെ ഏത് പേരുള്ള ദൈവമാണെങ്കിലും അവരെല്ലാം വിധിച്ചിരിക്കുന്നത് കഷ്ടപ്പെടാനാണ്. ദൈവങ്ങൾക്കെല്ലാം അക്കാര്യത്തിൽ ഏകരൂപ്യമായിരുന്നു. എല്ലാ ദൈവങ്ങളും കഷ്ടപ്പെടാൻ വിധിച്ചു എന്നുള്ളതാണ് അവർ വിശ്വസിച്ചത്. ദൈവം എന്താ അങ്ങനെ വിധിക്കാൻ? ദൈവം അത്ര മോശമാണോ?
അപ്പോൾ ദൈവം മോശമായിട്ടല്ല, കഴിഞ്ഞ ജന്മത്തിൽ ഞങ്ങൾ എന്തോ പാപം ചെയ്തിരുന്നു, അതിൻ്റെ ഫലമായിട്ടാണ് ഈ ജന്മത്തിൽ ഈ ദുരിത ജീവിതം പേറുന്നത്. അപ്പോഴും ഒരു ചോദ്യം ബാക്കി കിടക്കുന്നു. കഴിഞ്ഞ ജന്മത്തിലും ഉണ്ടായിരുന്നു ദൈവം, എന്നാൽ കഴിഞ്ഞ ജന്മത്തിൽ പാപം ചെയ്യുമ്പോൾ കൈപിടിച്ച് നടത്തിയിരുന്നെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും ഈ മഹാപാപികൾ സുഖമായിട്ട് ജീവിക്കുമായിരുന്നു എന്ന് ചോദിക്കാനൊരു അവസരം പോലും കൊടുക്കാത്ത വിധത്തിൽ ഈ ചിന്ത മനുഷ്യരുടെ മനസ്സിൽ അടിച്ചേൽപ്പിച്ചത് ആരാണ്? അതായത് ഈ പാവങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ച് അവർക്ക് കൂലി കൊടുക്കാതെ അവരുടെ ചോരയും നീരും ഒഴുക്കിയുണ്ടാകുന്ന ഭൂമിയിലെ സമ്പത്തിൻ്റെ അധിപന്മാരായി മാറാൻ ആഗ്രഹിക്കുന്നവർ സ്മൃതിയും കുസൃതിയും ഒക്കെ എഴുതി വെച്ചു. എന്നിട്ട് ഈ പാവങ്ങളോട് പറഞ്ഞു, ദൈവം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നിങ്ങളിങ്ങനെ ജീവിക്കുക. അവിടെയാണ് നല്ല ശാസ്ത്രബോധമുള്ള യുവാക്കളായിട്ടുള്ള ഈ രണ്ട് ചെറുപ്പക്കാർ കാൾ മാർക്സും എംഗൽസും പറഞ്ഞത്, അങ്ങനെ ദൈവം അല്ല വിധിച്ചത്, ദൈവം അങ്ങനെ വിധിക്കില്ല, അതൊരു മഹത്തായ സങ്കല്പമാണ്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒക്കെ ദൈവസങ്കല്പം എന്ന് വെച്ചാൽ എത്ര മനോഹരമാണ്. അദ്ദേഹം ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ടാഗോറും. അങ്ങനെ വിശ്വസിക്കാത്തവരും ഉണ്ട്, പരിണാമത്തിലൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷെ ടാഗോർ എന്താ പറഞ്ഞത്? എത്ര മനോഹരമാണ് അവിടുത്തെ ഗാനാലാപന ശൈലി, അല്ലേ? ടാഗോറിൻ്റെ ഗീതാഞ്ജലിയൊക്കെ വായിക്കുമ്പോൾ ഇപ്പോഴും നമുക്ക് ഒരു നല്ല ഉൾക്കുളിരുണ്ടാകും. എത്ര മനോഹരമാണ് ഈ പുല്ലും പൂവും പുഴുവും മനുഷ്യരും ഒക്കെ ആയിട്ട്. ഇതിനകത്ത് മോശമായിട്ടുള്ള ഒന്നും ഉണ്ടാകരുത്. ദേശീയതയെക്കുറിച്ച് പോലും മഹാകവി രവീന്ദ്രനാഥ ടാഗോർ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വിശ്വാസം ഒരു കുഴപ്പമുണ്ടാക്കില്ല. പക്ഷേ ഇത് ദൈവത്തിൻ്റെ തലയിൽ അടിച്ചേൽപ്പിച്ച് മനുഷ്യരെ ഇങ്ങനെ വേർതിരിക്കുന്ന ഈ രീതിയാണ് ഭൂമിയിലെ കുഴപ്പത്തിന് കാരണം. അതുകൊണ്ട് ഈ മനുഷ്യ സമൂഹം അടിമ ഉടമ സമ്പ്രദായം എല്ലാം തേഞ്ഞു മാഞ്ഞു പോയി. പിന്നെ ഭൂവുടമ സമ്പ്രദായം വന്നു, ഫ്യൂഡലിസം വന്നു. കണ്ടെത്താവുന്ന ദൂരത്തോളം ഉള്ള ഭൂമി ലാൻഡ് ലോഡിൻ്റെതാണ്, ജന്മിയുടേതാണ്. ആ ലാൻഡ് ലോഡിസം ഉണ്ടായി. ലാൻഡ് ലോഡിസത്തിൻ്റെ ഏറ്റവും ജീർണിച്ച മുഖമാണ് ചാതുർവർണ്ണ്യം. ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയുടെ പല ഭാഗത്തും ഉണ്ടായത്. ലോകത്തിൻ്റെ പല ഭാഗത്തും പല മതങ്ങളുടെ കീഴിലും വർണ്ണവ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ അഫ്ഗാനിസ്ഥാൻ്റെ കഥ പറയുന്ന, അഫ്ഗാനിസ്ഥാൻ്റെ പഴയ ചരിത്രമൊക്കെ പറയുന്ന ചില നോവലുകളൊക്കെ ഉണ്ട്. ഖാലിദ് ഹുസൈനിയുടെ കൈറ്റ് റണ്ണർ നിങ്ങളെല്ലാം വായിച്ചിരിക്കും. വായിക്കേണ്ടുന്ന ഒരു നോവലാണ്. നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്നവരായതുകൊണ്ട് മറ്റു പലരേക്കാളും കൂടുതൽ നല്ല പരന്ന വായന നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. കൈറ്റ് റണ്ണറിനകത്ത് അവിടെയുള്ള മുസ്ലിമിലെ അവാന്തര വിഭാഗങ്ങൾ തമ്മിലുള്ള തൊട്ടുകൂടായ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ താഴ്ന്ന വിഭാഗം എത്രമാത്രം കുർദുകളൊക്കെ അനുഭവിക്കുന്ന ചില പ്രയാസങ്ങളെക്കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. സുന്നിയും ഷിയായും കുർദും ഒക്കെ ആയിട്ട് വേർതിരിയുമ്പോൾ ഈ ഗ്രഡേഷനിൽ ചിലർ കുറച്ച് മേലെ നിൽക്കുന്നു, ചിലർ വളരെ താഴെ നിൽക്കുന്നു. ആ താഴെ നിൽക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന വലിയ പ്രയാസം നമുക്ക് കണ്ണീരടക്കാതെ വായിക്കാൻ കഴിയാത്ത ചെറിയ മക്കൾ, 2 മക്കളുടെ കഥയാണത്. ആ കൂട്ടത്തിൽ താഴ്ന്നവനെന്ന് മുദ്രകൂത്തപ്പെട്ട കുഞ്ഞ് അനുഭവിക്കുന്ന വേദനയെക്കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ 1000 സ്പ്ലെൻഡിഡ് സൺസ് എന്ന് പറയുന്ന നോവലും അതേപോലെ തന്നെ സമൂഹത്തിലെ വ്യത്യാസം സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ അതിലേക്കല്ല പോകുന്നത്. ഇവിടെ ഇന്ത്യയിലാണെങ്കിൽ പല ഭാഗത്തും ഈ ചാതുർവർണ്ണ വ്യവസ്ഥ നിലനിൽക്കുകയാണ്. അത് ഹൈന്ദവ വിഭാഗത്തിലാണ് ചാതുർവർണ്ണ വ്യവസ്ഥ ഉണ്ടായത്. അതും ഈ ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്നതാണ്. മാർക്സും എംഗൽസും പറഞ്ഞതിലേക്ക് വരുന്നതിന് മുമ്പേ ഈ സമൂഹത്തിൻ്റെ പശ്ചാത്തലം, ഈ സമൂഹം എങ്ങനെ മാറി എന്നുള്ളത് കാണാൻ ചരിത്രത്തിലേക്ക് പോകാതെ നമുക്ക് പറ്റില്ല. ഞാൻ നീണ്ടൊരു പ്രസംഗം നടത്തില്ല, നിങ്ങളുടെ ചോദ്യത്തിനും മറുപടി പറയണം, അതുകൊണ്ട് ഒരുപാട് നീണ്ട് പറയുന്നില്ല. പക്ഷേ ഇവിടെ ലാൻഡ് ലോഡീസ് ആയിരുന്നു ബ്രിട്ടീഷുകാർ ഇവിടെയുള്ള സമയത്ത്. ബ്രിട്ടൻ ഇന്ത്യയിൽ വന്നപ്പോൾ കുറേ നാട്ടുരാജ്യങ്ങളാണ്. ഇന്നത്തെ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ഒന്നും രൂപം കൊണ്ടിട്ടില്ല. ഓരോ നാട്ടുരാജ്യങ്ങളാണ്. അതെല്ലാം കൂടി ചേർത്ത് ഒരു ഭാഗം മലബാർ, ഒരു ഭാഗം കൊച്ചി, ഒരു ഭാഗം ട്രാവൻകൂർ, ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പിന്നെ ട്രാവൻകൂർ കൊച്ചി ഒന്നിച്ച് മലബാറിൽ ഒരുപാട് രാജാക്കന്മാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, തിരുവിതാംകൂറിലെ രാജാക്കന്മാർ. ആ രാജവാഴ്ച കാലത്തെല്ലാം പരമസുഖമായിരുന്നു എന്ന് പ്രചരിപ്പിക്കുന്ന പലരും ഇന്ന് ജീവൻ വെച്ച് എഴുന്നേറ്റ് വരുന്നുണ്ട് രാജവാഴ്ചയിലേക്ക് തിരിച്ചു പോകാൻ. രാജവാഴ്ച കാലം ചിത്രകഥയിലൊക്കെ കാണാൻ നല്ല രസമാണ്. നല്ല കിരീടവും സ്വർണ്ണാഭരണവും ഒക്കെ ധരിച്ച രാജാവ്, കയ്യിൽ കാപ്പും ഒക്കെ അണിഞ്ഞിട്ടുള്ള നല്ല ശിവകാശി പെയിൻറ്റിങ്ങൊക്കെ കാണുമ്പോൾ രാജവാഴ്ചയോട് നമുക്കൊരു താല്പര്യമൊക്കെ വരുന്നു. രാജാക്കന്മാർ ഏറെക്കുറെ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് സിംഹാസനത്തിലൊക്കെ ഇരിക്കുന്നവരായിരുന്നു. പക്ഷേ പ്രജകളുടെ അവസ്ഥ എന്തായിരുന്നു? രാജവാഴ്ചക്കാലത്ത് നാട്ടിലെ മനുഷ്യരുടെ അവസ്ഥ എന്തായിരുന്നു? അതാരും ചരിത്രത്തിൽ ഒരുപാട് വിശദീകരിച്ചിട്ടില്ല. ഇപ്പോൾ കുറേശ്ശെ വിവരം പുറത്തു വരുന്നുണ്ട്. ആ പാവപ്പെട്ട ഭൂമിക്ക് ഉടമയല്ലാത്ത
ഭൂമിയിൽ അധ്വാനിക്കാൻ മാത്രം വിധിക്കപ്പെട്ട മനുഷ്യരെ ഒതുക്കി നിർത്താനാണ് ദൈവഭയത്തെ വാളാക്കി ഉപയോഗിച്ചത്. നിങ്ങൾ മിണ്ടരുത്, കാരണം ഇത് ദൈവം സൃഷ്ടിച്ചതാണ്. ഏത്? ഈ വ്യത്യാസം. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം. അങ്ങനെ ആരാണ്? ദൈവം അല്ലേ? ഞാൻ സൃഷ്ടിച്ചു, ദൈവം പറഞ്ഞു എന്നാ. ദൈവം ആരോട് പറഞ്ഞു? ദൈവം ഈ സവർണനോട് പറഞ്ഞു. സ്വത്തിൻ്റെയും അതുപോലെ ഭൂമിയുടെയും വിദ്യയുടെയും എല്ലാം അവകാശിയായി മാറിയ ഒരു വിഭാഗം, അവരുടെ എണ്ണത്ത് കുറവാണ്. അവർ പറഞ്ഞു ബാക്കിയെല്ലാം ഇതിൻ്റെ താഴെയാണ്, ഇത് പറഞ്ഞത് ദൈവമാണ് എന്നാണ്. അപ്പോൾ ഭൂമി കൂടെ അവൻ പറഞ്ഞത് വാക്യമായിട്ട് എടുക്കേണ്ടുന്ന അവസ്ഥ. ചിലത് അലിഖിത നിയമങ്ങളാണ്, ചിലത് ഇതുപോലെ എഴുതി വെച്ചു, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം. എന്നിട്ട് എന്ത് പറഞ്ഞു? എങ്ങനെ സൃഷ്ടിച്ചു ദൈവം മനുഷ്യരെ? അതാണ് തമാശ. ബ്രാഹ്മണസ്യ മുഖമാസി ബാഹു രാജന്യകൃത ഊരു തദൈശ്വൈ ധൈശ്യ പദ്ഭ്യാം ശൂദ്രോ അജായതേ. ഇങ്ങനെ ഉണ്ടായത്. ബ്രാഹ്മണൻ ദൈവത്തിൻ്റെ ശിരസിൽ നിന്നുണ്ടായതാണ്. ശിരസാണ് ഏറ്റവും നല്ല ഭാഗം എന്ന് വെച്ചിട്ടാണ്. അതുകൊണ്ട് ശിരസിൽ നിന്നുണ്ടായവർക്കാണ് എല്ലാറ്റിൻ്റെയും അധികാരം, ബുദ്ധി, വിദ്യ, ഭൂമി, അതെല്ലാം അവർക്ക് അവകാശപ്പെട്ടത്. അതൊന്നും ചോദിക്കരുത് ആരും. അധികാരം അവർക്കാണ്. ക്ഷത്രിയൻ ഈ അധികാരം സംരക്ഷിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യേണ്ടവനാണ്. കുറച്ച് മേന്മ അദ്ദേഹത്തിനും ഉണ്ട്. കച്ചവടം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടവരാണ് വൈശ്യൻ. പിന്നെ ഇവരെ താങ്ങി നിർത്തേണ്ടവരാണ് ശൂദ്രൻ. അവർ പാടത്തും പറമ്പത്തും പണിയെടുക്കാം. ശൂദ്രന്മാരുടെ ഡ്യൂട്ടി എന്തൊക്കെയാണ്? അവർക്ക് വയലിൽ അധ്വാനിച്ച് നെല്ല് വിളയിക്കാം, ഗോതമ്പ് വിളയിക്കാം, എന്താ വേണ്ടതെന്ന് ചൊക്കെ ഉണ്ടാക്കാം. എന്നിട്ട് ഈ തമ്പുരാൻ്റെ പത്തായം നിറച്ച് തമ്പുരാനെ തീറ്റിപ്പോറ്റാം. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്വയം ഭക്ഷിച്ച് ജീവൻ നിലനിർത്താം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തമ്പുരാൻ പറഞ്ഞതെല്ലാം കൊടുത്തേക്കണം. എന്നിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഇയാൾക്ക് ഭക്ഷിക്കാനുള്ളൂ. ഇയാളാണ് പണിയെടുക്കുന്നത്. ചില ശൂദ്രന്മാർക്ക് തമ്പുരാനെ മഞ്ചലിൽ ചുമന്ന് നടക്കാം. മഞ്ചലിൽ ചുമന്ന് നടക്കും. ഇന്നതുപോലെ കാറൊന്നുമില്ല, മഞ്ചലിലാണ് ഇത് തമ്പുരാൻ്റെ യാത്ര. അപ്പോൾ കാറൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇങ്ങനെ പോകുമ്പോൾ വഴിയിൽ ആരെങ്കിലും നിന്നാൽ മുട്ടി വീണു പോകുന്നതുകൊണ്ടല്ല, കാർ ഇടിച്ച് കൊല്ലപ്പെടുന്നത് കൊണ്ടല്ല, താഴ്ന്ന ജാതിക്കാരെങ്കിലും വഴിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ തമ്പുരാൻ അയിത്തമാണെന്നാണ്. ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരാണ്. അവർ ഓടി മാറിക്കൊള്ളാൻ വേണ്ടി ഈ മഞ്ചരി ചുമക്കുന്ന അമാലന്മാരായ ശൂദ്രന്മാർ വലിയ ഒച്ചയുണ്ടാക്കണം. ഇപ്പം ഇതെല്ലാം കഥ കേൾക്കും പോലെയാണ് നമുക്ക്, അല്ലേ? എനിക്കും നിങ്ങൾക്കും. പക്ഷെ അനുഭവിച്ച മനുഷ്യരോ ഹോയ് ഹോയ്. എന്നിട്ട് ആരെങ്കിലും ഓടുന്ന ഓട്ടത്തിൽ തമ്പുരാൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു പോയാൽ ഒന്നുകിൽ തമ്പുരാൻ അപ്പം ഇറങ്ങി കുളിക്കണം, ഇല്ലേ? എന്നാലേ ശുദ്ധം വരുള്ളൂ. അയാൾക്ക് ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ ഓടുന്നവനോട് ദേഷ്യം വന്നിട്ട് അവനെ പിടിച്ചുകൊണ്ട് വന്ന് കഴുത്ത് കണ്ടിച്ചേളയാണ്. എത്ര എളുപ്പമാണ് ഒരു മനുഷ്യനെ കൊന്നുകളയുക എന്നുള്ളത്. ഇത് കേരളത്തിൽ നടപ്പിലായിട്ടുള്ള കാര്യമാണ്. അധികം ദൂരെയൊന്നുമല്ല. നമ്മുടെ മുതുമുത്തശ്ശന്മാരുടെ കാലത്ത്, അയ്യങ്കാളിയുടെ കാലത്ത്, അല്ലേ? അയ്യങ്കാളിയുടെ അച്ഛൻ അയ്യങ്കാളിയുടെ കയ്യും പിടിച്ച് നടക്കുമ്പോൾ ഒരു ഹൂങ്കാരം കേട്ടിട്ട് നെട്ടപ്രാണൻ ഓടി പോയി. കുട്ടി പറയാണ്, അപ്പം നിൽക്ക്, കാലൊക്കെ ഉള്ളിൽ കൊണ്ടിട്ട് ചെരുപ്പൊന്നും ഇട്ടിട്ടില്ല, ഷൂ ഒന്നും ഇട്ടിട്ടല്ലല്ലോ അന്നത്തെ അധകൃതൻ്റെ പാവപ്പെട്ടവൻ്റെ കുട്ടികൾ. അപ്പം മുറിയുന്നു, അപ്പാ നിൽക്ക്. ഒന്നും കേട്ടില്ല, വളരെ അകലെ പോയി വീണു. അപ്പോൾ അയ്യങ്കാളി ചോദിച്ചപ്പോൾ കാലിതെ പൊട്ടിച്ച് ഓരി ഒഴുകുകയാണ്. അപ്പം എന്തോട്ടമാണ് ഓടിയത്. അപ്പോൾ പറഞ്ഞു, മോനെ ഇപ്പോൾ കാലല്ലേ മുറിഞ്ഞിട്ടുള്ളൂ, നമ്മളവിടെ നിന്നിരുന്നെങ്കിൽ തല കാണുമായിരുന്നില്ല കഴുത്തിൻ്റെ മേലെ. തമ്പുരാൻ്റെ മഞ്ചലിൻ്റെ വരവായിരുന്നു ആ ഹൂങ്കാരം. നമ്മളെ കണ്ണിൽപ്പെട്ടാൽ നമ്മൾ രണ്ടുപേരുടെയും കഥ. അതിനുശേഷമാണ് അതിന് പ്രതിഷേധമായിട്ട് അയ്യങ്കാളി പഠിച്ചു, വളർന്നു. എന്നിട്ട് വലിയ തലപ്പാവൊക്കെ ആയി, വില്ലുവണ്ടിയൊക്കെ ആയിട്ട്, എന്നാൽ പിന്നെ ആരാ എതിർക്കാൻ വരുന്നതെന്ന് പറഞ്ഞ് പ്രതിഷേധിച്ചപ്പോഴാണ് അതെല്ലാം മാറ്റിയെടുക്കാൻ കഴിയും. ഒരാളുടെ പ്രതിഷേധമല്ല, ഒരുപാട് ആളുകളുടെ. അപ്പം ചാതുർവർണ്ണ്യം എന്ന് പറയുന്ന ഈ 4 വർണ്ണത്തിനപ്പുറവും മനുഷ്യരുണ്ടായിരുന്നു കൂട്ടരെ. അത് അവർണ്ണരാണ്. ആരാണ് ആ അവർണ്ണർ? പറയർ പുലയർ എന്നെല്ലാം പറഞ്ഞ് ജാതിപ്പേര് വിളിച്ചിട്ടുള്ള 4 വർണ്ണത്തിൽ പോലും പെടാത്ത അവർ മനുഷ്യരല്ല. കണ്ടാൽ ചവിട്ടി അരച്ച് കളയണം എന്നാണ്. എപ്പോഴും കറുത്തവരെ കണ്ടാൽ ഹാലളകുന്ന നമ്മുടെ സത്യഭാമ ടീച്ചർ പോലുള്ള ആളുകളുണ്ടല്ലോ, അല്ലേ? എന്തെന്ന കലാമണ്ഡലം സത്യഭാമ, എന്തോ ഒരു അവരെല്ലാം എങ്ങനെയാണൊരു പ്രൊഫസറെന്നോ ടീച്ചറെന്നൊക്കെ വിശേഷിപ്പിക്കുക എന്നറിയില്ല. അതിനകത്ത് ഏതോ ഒരു കോളമുണ്ട്, ഒരു മോഹിനിയാട്ടത്തിൻ്റെ അകത്ത് സൗന്ദര്യത്തിനൊരു മാർക്ക്. അതെന്തെങ്കിലും ഉദ്ദേശം വെച്ചിട്ട് ആരെങ്കിലും ഇട്ടതാണെങ്കിൽ അതെടുത്ത് കളിയുന്നതാണ് ഭംഗി. ഇനി അതല്ല, ഈ കളിയുടെ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, അല്ലേ? നടനമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ആയാസരഹിതമായിട്ടുള്ള ചലനവും ചില ആശയങ്ങൾ കൺവേ ചെയ്യാൻ സാധിക്കുന്ന വിധമുള്ള കണ്ണിൻ്റെയും കൈയുടെയും എല്ലാം മൂവ്മെൻ്റ് ആണല്ലോ. അതിലൂടെയാണല്ലോ ഈ നാട്യശാസ്ത്രമൊക്കെ വന്നിട്ടുള്ളത്. ആ നാട്യശാസ്ത്രത്തിൻ്റെ അഭ്യാസ പ്രകടനം സൗന്ദര്യമുള്ളതാവണം എന്നാണെങ്കിൽ സൗന്ദര്യം അവിടെ കിടന്നോട്ടെ. അതിൻ്റെ അർത്ഥം കറുത്തവനും വെളുത്തവനും ഒന്നാണ്, അല്ലേ? അങ്ങനെയല്ലേ രാമകൃഷ്ണനെ കറുത്തവനാണെന്നും പറഞ്ഞിട്ട് ആക്ഷേപിച്ചത്. ഇപ്പോൾ ആ വേടൻ മറ്റവൻ്റെ അനുയായിയല്ലേ ഇവൻ എന്നും പറഞ്ഞിട്ട്
അയ്യയ്യോ, അത് ആ പഴയ ആധിപത്യത്തിൻ്റെ ചില കണിക തലമുറയായി വന്ന് ഇവിടെ ചിലരിലും കുടിയിരിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. എന്നാൽ അതിനെ തല്ലിപ്പറപ്പിച്ച് കളയാനാണ് സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഈ സമൂഹത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചത്. ആ ശ്രമം ഇവിടെയെല്ലാം തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളങ്ങനെ മിണ്ടിയാൽ അല്ലേ, ശൂദ്രമക്ഷര സംയുക്തം ദൂരത പരിവർജി എന്ന് പറഞ്ഞാൽ വേദനയൊന്നും ഉണ്ടാവില്ല. അക്ഷരം പഠിച്ച ശൂദ്രനെ വർജിക്കണമെന്ന് പറഞ്ഞാൽ കൊന്നുകളയണമെന്ന് അർത്ഥം. അക്ഷരം ശൂദ്രൻ ഉച്ചരിച്ചാൽ, എല്ലാവരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഒരു വാക്കുച്ചരിക്കാൻ കൊതിയായിട്ടൊരു പാവപ്പെട്ട ശൂദ്രൻ്റെ കുടുംബത്തിൽ പിറന്ന ഒരു കുഞ്ഞ് ഉച്ചരിച്ചാൽ അവൻ്റെ നാക്ക് പിഴുതെടുത്ത് കളയണമെന്നാണ്. നാക്ക് പിഴുവോ? പിഴുതിട്ടുണ്ട്. പിടിച്ച് കെട്ടിയിട്ടിട്ട്, ബലമായി പിടിച്ച് കെട്ടിയിട്ടിട്ട് വായിൽ കമ്പൊക്കെ തിരികെ വെച്ചിട്ട് നാക്ക് പിഴുതെടുത്തിട്ടുണ്ട് അവിടെയൊക്കെ ഉപയോഗിച്ചിട്ട്. ഒരു മനുഷ്യനെ ഇത്രയും ദ്രോഹം ചെയ്യുമോ? നല്ലതൊന്നും ആയിരുന്നില്ല രാജവാഴ്ചക്കാലം. എന്തെന്ത് അതിക്രമങ്ങൾ! കട്ടുവെന്നാരോപിച്ച് തിളച്ച എണ്ണയിൽ കൈമുക്കുക, കേട്ടില്ലേ? ഈ ബ്രാഹ്മണൻ ഇരുന്നിടത്ത് ഇരുന്നു എന്ന് പറഞ്ഞിട്ട് പൃഷ്ഠം ഛേദിച്ച് കളയുക, ഇരുന്ന സ്ഥലം മുറിച്ച് ചെത്തിക്കളയുക. ഇതൊന്നും ഇന്നില്ലാത്തത് തനിയെ പരിണമിച്ചതല്ല. സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ ഇറങ്ങി ജീവൻ കൊടുക്കാൻ തയ്യാറായി പോരാട്ടം നടത്തി. എന്നിട്ട് ഈ തിന്മകളെയൊക്കെ അവിടെ വെച്ചിട്ട് മുന്നോട്ട് വന്നാൽ മതി, നല്ലതിനെ മാത്രം പുതിയ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നാൽ മതി എന്ന വളരെ ചിന്തിച്ചു കൊണ്ടെടുത്ത തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് അത് അനുഭവിക്കുന്ന നമുക്ക്. അന്ന് മൺമറഞ്ഞു പോയ ചില ദുഷ്ടാചാരങ്ങൾ തിരിച്ചു വരുമ്പോൾ നിസ്സംഗരായി നോക്കി നിൽക്കേണ്ടി വരുന്നു എങ്കിൽ ഇതിങ്ങനെയൊന്നും നിൽക്കില്ല. അതത് സമയത്ത് പരിഷ്കരിച്ച് നിർത്തിയാലേ ഈ സമൂഹം പരിഷ്കാര സമ്പന്നമായ സമൂഹമായി നിൽക്കൂ. അല്ലെങ്കിൽ അത് പഴയതിനേക്കാൾ അപകടകരമായിട്ടുള്ള ആ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കാടത്തത്തിലേക്ക് പോയി. ഇവിടെയാണ് സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ പ്രസക്തി. അവിടെയാണ് 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചുകൊണ്ട് മാർക്സും എംഗൽസും അവർ പറഞ്ഞു, ഈ ഭൂമിയിലെ മനുഷ്യരുടെ കഷ്ടത ദൈവത്തിൻ്റെ ഹിതമല്ല, പകരം ഒരു കൂട്ടർ ചൂഷകരായും മറുകൂട്ടർ ചൂഷിതരായും വേർതിരിഞ്ഞു പോയി, രണ്ട് വർഗങ്ങളായി. ഇന്നും ഭൂമിയിൽ രണ്ട് വർഗങ്ങളേ ഉള്ളൂ മനുഷ്യരുടെ ഇടയിൽ. ആ രണ്ട് വർഗങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഏത് വിധത്തിലെങ്കിലും ഒരുപാട് ആളുകളെ ചൂഷണം ചെയ്യാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന, പണിയെടുത്താൽ കൂലി കൊടുക്കാത്ത, ജാതി മേധാവിത്വം പറഞ്ഞ് കീഴ്പ്പെടുത്തുന്ന അങ്ങനെയുള്ള വിഭാഗം. അവരെണ്ണത്ത് കുറച്ചേ ഉള്ളൂ, പക്ഷേ അവരുടെ കയ്യിലാണ് പണവും അധികാരങ്ങളും ആയുധങ്ങളുമെല്ലാം. അവരാണ് ചൂഷകർ. മറ്റൊന്ന് ഈ എക്സ്പ്ലോയിറ്റേഷന് വിധേയമാകുന്ന കോടിക്കണക്കിന് മനുഷ്യരാണ്. ജോലി കിട്ടാത്തവർ, കൂലി കിട്ടാത്തവർ, ജാതിയിൽ താഴ്ന്നെന്ന് പറഞ്ഞ് ആക്ഷേപം കേൾക്കേണ്ടവർ, നിറത്തിൽ കറുത്തുപോയെന്ന് പറഞ്ഞ് കളിയാക്കപ്പെടുന്നവർ, അവരെല്ലാം ചേർന്നതാണ് ഈ ചൂഷിതരായിട്ടുള്ള വിഭാഗം. ഈ രണ്ട് വിഭജനം ഭൂമിയുടെ പല ഭാഗത്ത് നിൽക്കുന്നു. മനുഷ്യർക്ക് രക്ഷപ്പെടണമെങ്കിൽ, സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ഈ ചൂഷണം കുറച്ച് കൊണ്ടുവന്ന് ഇങ്ങനെ വർഗവിഭജിതമല്ലാത്തൊരു സമൂഹം ഉണ്ടാകണം. അപ്പോൾ മാത്രമേ സമാധാനപൂർണ്ണമായി, അല്ലെങ്കിൽ ഈ യുദ്ധവും രഹളിയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സമരവും ആക്രമണവും കീഴ്പ്പെടുത്തലും നടന്നുകൊണ്ടിരിക്കും. അതല്ല, സമാധാനമാണ് വേണ്ടതെങ്കിൽ ഈ വർഗവിഭജനം കുറച്ച് കൊണ്ടുവരണം. അതിന് ഈ രണ്ടു കൂട്ടർ പറഞ്ഞത് തന്നെ അനുസരിച്ച് പോകണമെന്നല്ല. ഞാൻ ഒരു ഇടതുപക്ഷക്കാരിയായതുകൊണ്ട് എനിക്ക് ഏറ്റവും താല്പര്യം തോന്നിയിട്ടുള്ള ആശയം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എവിടെയും നോക്കാം. അത്തരത്തിലുള്ള സമത്വത്തിൻ്റെ ആശയം പറഞ്ഞ എവിടെയും പരിധി നോക്കിയാൽ ഈ സമൂഹത്തിൽ പ്രയോഗിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ കിട്ടും. ഞാനിനി ഒരുപാട് പറയുന്നില്ല. വർത്തമാനകാല സമൂഹം എന്തായിരിക്കുന്നു നോക്കൂ. നമ്മൾ 47 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ എന്താ പ്രതീക്ഷിച്ചത്? ഇന്ത്യയെക്കുറിച്ച് സ്വപ്നങ്ങളുണ്ടായിരുന്നു സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക്. അവിടെയും രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ സ്വപ്നം ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാം കുട്ടികളെ പഠിപ്പിക്കുകയും നിങ്ങൾ പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ്. എവിടെ മനസ്സ് നിർഭയവും ശിരസുന്നതവുമായി നിൽക്കുന്നുവോ, എവിടെ ഇടുങ്ങിയ ചിന്താഗതികളുടെ വേലിക്കെട്ടുകൾ നമ്മളെ പരസ്പരം വേർതിരിക്കാതിരിക്കുന്നുവോ, എവിടെ വിദ്യ സ്വതന്ത്രമായിരിക്കുന്നുവോ, ആ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗത്തിലേക്ക് പ്രഭു എൻ്റെ രാജ്യത്ത് ഉയർത്തണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. എന്തൊരു അർത്ഥവത്താണത്! ആ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗത്തിലാണോ സ്വാതന്ത്ര്യത്തിൻ്റെ 78 വർഷം കഴിഞ്ഞിട്ടും നാം ജീവിക്കുന്നത്? നിങ്ങൾ ഓരോരുത്തരും അത് ആലോചിക്കണം. അപ്പോൾ നിർഭയമായ മനസ്സോടുകൂടി പ്രതികരിക്കാൻ കഴിയുന്ന, ശിരസ്സുയർത്തിപ്പിടിച്ച് ഞാൻ ഇവിടുത്തെ പൗരനാണെന്ന് പറയാൻ കഴിയുന്ന, നല്ല വിദ്യ കൈവശമാക്കി അതിനെ സമൂഹത്തിൻ്റെ മാറ്റത്തിന് വേണ്ടി വിനിയോഗിക്കാൻ കഴിയുന്ന പൗരന്മാരായി ഇന്ത്യയിലെ പൗരന്മാർ പരിവർത്തിപ്പിക്കപ്പെടണമെന്നാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അംബേദ്കറുടെ നേതൃത്വത്തിലൊരു ഭരണഘടന. ഇതൊന്നും കുട്ടിക്കളിയല്ല.
47 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇവിടെ വലിയ ഫ്ലഡിന് വെള്ളം കയറിയിട്ട് ഒഴുകിപ്പോയ പറമ്പ് പോലെ ഇന്ത്യ ശുദ്ധശൂന്യമായിരുന്നു. എല്ലാം മോട്ടിച്ച് കൊണ്ടുപോയി ബ്രിട്ടീഷുകാർ. ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒരു വ്യവസായമില്ല, ഇവിടെ കൃഷിയില്ല, ഇവിടെ ആളുകൾക്ക് ഭക്ഷണമില്ല, പാർപ്പിടമില്ല. ഇതൊരു ദാരിദ്ര്യമായിരുന്നു ഇന്ത്യയിൽ. അതിനെ എങ്ങനെ ഒരു നല്ല രാജ്യമായിട്ട് കൊണ്ടുവരാമെന്നോർത്ത് ജവഹർലാൽ നെഹ്റുവും കൂട്ടരും നെട്ടോട്ട് ഓടിയിട്ടുണ്ട് ലോകരാഷ്ട്രങ്ങളിലാകെ. അതിനു മുമ്പ് തന്നെ ഇത് ഇന്ത്യ ഭരിക്കാൻ ഒരു ഭരണഘടന ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഭരണഘടന എഴുതി തയ്യാറാക്കാൻ അംബേദ്കറെ ചുമതലപ്പെടുത്തി. ഭരണഘടനാ നിർമ്മാണ കമ്മിറ്റി എത്ര കൂലങ്കഷമായ ചർച്ചകളാണ് നടത്തിയത്. ആ കമ്മിറ്റി നടത്തിയ ചർച്ചകൾ അതേപടി നമുക്ക് വായിക്കാൻ കിട്ടും. ഭരണഘടന മാത്രമല്ല, ഭരണഘടന ലോകത്തിൻ്റെ പല ഭരണഘടനയും കൊണ്ടുവന്നിട്ട് ഏറ്റവും നല്ല ജനാധിപത്യം, ഏറ്റവും നല്ല ആശയങ്ങൾ അതെല്ലാം രൂപീകരിച്ചിട്ടാണ്, കൂട്ടിച്ചേർത്തിട്ടാണ് ഒരു ഭരണഘടന, ബൃഹത്തായിട്ടുള്ള ഭരണഘടന എഴുതി തയ്യാറാക്കി. എന്നിട്ട് അതിൻ്റെ പ്രിയാമ്പിൾ, ആമുഖം എങ്ങനെയായിരിക്കണം എന്ന ചർച്ച വന്നപ്പോൾ ചിലർ പറഞ്ഞു ഇന്ത്യ ഒരുപാട് ദൈവവിശ്വാസികളുടെ നാടാണ്, അതുകൊണ്ട് ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പേരിൽ ഈ ഭരണഘടന സ്വതന്ത്ര ഇന്ത്യക്ക് സമർപ്പിക്കുന്നു എന്നാവണം എന്ന് പറഞ്ഞു. ആ ഭരണഘടനാ നിർമ്മാണ കമ്മിറ്റിയിൽ മിക്കവാറും എല്ലാവരും ദൈവവിശ്വാസികൾ. ആരെങ്കിലും ഒരാൾ അല്ലാണ്ടുണ്ടോയെന്നറിയില്ല. പക്ഷേ നല്ല ദൈവവിശ്വാസിയായ, കേരളത്തിൽ നിന്ന് ഭരണഘടന എഴുതി തയ്യാറാക്കാൻ പോയ പട്ടത്താണുപിള്ള നല്ല വിശ്വാസിയാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, വേണ്ട, അത് പാടില്ല, സ്വതന്ത്ര ഇന്ത്യ എല്ലാവരുടേതുമാണ്. ദൈവവിശ്വാസികളല്ലാത്തവരും ഇന്ത്യയിലുണ്ട്, അവരെല്ലാം മോശം മനുഷ്യരല്ല. ദൈവവിശ്വാസിയാണെന്ന് പറയുന്നത് കൊണ്ട് മാത്രം ഒരു മനുഷ്യൻ നന്നാവുന്നില്ല. ജവഹർലാൽ നെഹ്റു അദ്ദേഹം നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നെഹ്റു മോശക്കാരനാണെന്ന് ആർക്കും പറയാൻ പറ്റുമോ? ആശയത്തിലെല്ലാം അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം, പക്ഷെ നെഹ്റു അത്ര മോശമൊന്നും ആയിരുന്നില്ലല്ലോ. അതുകൊണ്ട് ഇന്ത്യ അറിയപ്പെടേണ്ടത് ദൈവത്തിൻ്റെ പേരിലല്ല. അത് വേണ്ട, ഭരണഘടനയിൽ വേണ്ട. പിന്നെ എങ്ങനെയാണ് വേണ്ടത്? ചർച്ച ചെയ്തു. അവസാനം ചിലർ പറഞ്ഞു ദൈവത്തിൻ്റെ പേരിൽ വേണമെന്ന്, ചിലർ വേണ്ട എന്ന് പറഞ്ഞു. അവസാനം വോട്ടിനിട്ടു. ആ പ്രമേയം വോട്ടിനിട്ടപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തത് ഇൻ ദ നെയിം ഓഫ് ഗോഡ് ഒന്ന് വേണ്ടെന്നാണ്. നല്ല ദൈവവിശ്വാസികൾ, ദൈവത്തിന് ഒരു പിണക്കവും അവരോടുണ്ടായിട്ടില്ല, തീക്കാറ്റടിച്ചിട്ടില്ല, തീമഴ പെയ്തിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അത് തീരുമാനമായി. എന്നാലെന്ത്? അങ്ങനെയാണ് ബി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ പ്രസൻസ്, ഇന്ത്യയിലെ ജനങ്ങൾ നമ്മൾ സമർപ്പിക്കുന്നു എന്ന പേരിൽ വന്നത്. അവിടെയും നിൽക്കുന്നില്ല നമ്മൾ. അതിനകത്ത് നമ്മൾ എഴുതി ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് അല്ലേ, സോവറിയൻ റിപ്പബ്ലിക് ആയിരിക്കും. പിന്നീട് കുറച്ചും കൂടി ചിന്തിച്ചോ, ഈ ഡെമോക്രാറ്റിക് സോവറിയൻ എന്ന് പറയുമ്പോൾ ഭരണഘടനാ നിർമ്മാതാക്കൾ അച്ചട്ടമായിട്ടും പറഞ്ഞത് ഒരുപാട് തരത്തിലുള്ള മതങ്ങളുള്ള ഈ രാഷ്ട്രത്തിൽ മതേതരത്വമായിരിക്കണം ഇതിൻ്റെ ആണിക്കല്ലെന്നാണ്. സെക്കുലറിസം. പിന്നെ എല്ലാവർക്കും സമത്വം ഉണ്ടാക്കുന്ന സോഷ്യലിസത്തിലേക്കായിരിക്കണം യാത്ര. അത് അണ്ടർസ്റ്റുഡാണ്. ഭരണഘടനയുടെ ഓരോ വകുപ്പിലും അതുണ്ട്. അത് ലംഘിക്കാൻ ചിലർ പുറപ്പെടുന്നു എന്ന് വന്നപ്പോൾ, എന്നാൽ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ ഇതും കൂടി എഴുതി വെക്കണമെന്ന് പിന്നീട് ആലോചിക്കുകയും അത് മഹാഭൂരിപക്ഷം അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ത്യ ഡെമോക്രാറ്റിക്, സെക്കുലർ, സോവറിയൻ, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായി. പക്ഷെ നമ്മൾ വോട്ട് ചെയ്യുന്ന മനുഷ്യർ, ഇന്ത്യയിലെ പ്രായപൂർത്തിയായ മനുഷ്യർ, സ്ത്രീകളും പുരുഷന്മാരും ഈ ഭരണഘടനാ തത്വങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അസ്വസ്ഥരാകുന്നുണ്ടോ? അതാണ് ഏറ്റവും വലിയ ചോദ്യം. ഇവിടെ ഇരിക്കുന്ന നമുക്ക് ആർക്കെങ്കിലും അസ്വസ്ഥതയുണ്ടോ? ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. അസ്വസ്ഥതയില്ല. അതെന്തെന്ന് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇഷ്ടമുള്ളൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം, അത് കഴിഞ്ഞാൽ തീർന്നില്ല. ഇത് നമുക്കൊന്നും വേറൊന്നുമില്ല. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തെല്ലാം പോകുന്ന കുറേ ആളുകളുണ്ട്, അവരതെല്ലാം കൂടി കൈകാര്യം ചെയ്യട്ടെ. ഞങ്ങളാണെങ്കിൽ അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം, കക്ഷി രാഷ്ട്രീയത്തിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഞങ്ങൾക്കൊരു രാഷ്ട്രീയവും ഇല്ല, ഞങ്ങൾ നിഷ്പക്ഷരാണെന്നൊക്കെ പറയുന്ന ഇവിടെയല്ല കേട്ടോ. യൂണിവേഴ്സിറ്റിയിലുള്ള ആളുകളാകുമ്പോൾ കുറേയും കൂടി ധാരണയുള്ളവരാണ്. രാഷ്ട്രീയമില്ലാത്ത ആരും ഇവിടെ ഇരിക്കുന്നുണ്ടാവില്ല. കക്ഷി രാഷ്ട്രീയമല്ല കേട്ടോ, ബേജാറാവേണ്ട ആരും. പക്ഷേ രാഷ്ട്രീയം ഈ രാജ്യത്തിൻ്റെ, നിങ്ങളുടെ വിഷയം മാറുന്ന സമൂഹം, എങ്ങനെ ഈ സമൂഹം മാറണമെന്നതിനെക്കുറിച്ചുള്ള ചിന്ത കൂടിയാണ് രാഷ്ട്രീയം. അതില്ലാത്തവരാണെങ്കിൽ നമ്മുടെ കുട്ടികളോട് ചെയ്യുന്ന വലിയ അപരാധമായിരിക്കും. നമ്മുടെ മക്കൾ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വലിയ അനർത്ഥത്തിലേക്ക് പോകും. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട് ഡെമോക്രസി പൂർണ്ണമാണോ നോക്കാൻ. ഡെമോക്രസി മീൻസ് പെർഫെക്റ്റ് ഇക്വാലിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റി, പരിപൂർണ അവസര സമത്വം. ബിഹാരി ആയാലും കേരളീയനായാലും ഉത്തർപ്രദേശുകാരനായാലും ഈ ഭൂമിയിൽ ഒരേ അവകാശം. ഏതവകാശം? അതൊക്കെ ഭരണഘടന പറഞ്ഞിട്ടുണ്ട്, കുറേ അവകാശം. അത് ഈ പറയാത്ത എന്തെങ്കിലും അവകാശം ഉണ്ടെങ്കിൽ അമെൻമെൻറ്റ് നടത്തിയിട്ട് എഴുതി ചേർക്കാം, അതിനൊന്നും വിരോധമില്ല പാർലമെൻറ്റിൽ. ഇപ്പോൾ ഉള്ളത് തന്നെ ധാരാളം. പക്ഷേ ആ അവകാശം, ജനിക്കാൻ, ജീവിക്കാൻ, ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്,
ഇതൊന്നും ദൈനംദിനം ജീവിക്കുമ്പോൾ ഈ അലമ്പൊന്നും ചിന്തിക്കാൻ നേരമില്ല. പണിയെടുക്കുന്നു, ശമ്പളം വാങ്ങുന്നു, കടയിൽ പോയി സാധനം മേടിക്കുന്നു, വീട്ടിൽ കൊണ്ടുപോകുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, കുട്ടിയൊക്കെ കൊടുക്കുന്നു, നമ്മൾ കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, രാവിലെ വീണ്ടും എഴുന്നേൽക്കുന്നു. ഇങ്ങനെയുള്ള കുറേ മനുഷ്യരുണ്ട്, നമ്മളിവിടെ ഇരിക്കുന്നവരല്ല. ആ പാവപ്പെട്ടവരൊന്നും ശത്രുക്കളായി കാണേണ്ടവരല്ല. പക്ഷേ അവരെല്ലാം കൂടി ചിന്തിച്ച് നമ്മളിങ്ങനെ റുട്ടീനായിട്ട് ജീവിക്കുന്നതിനിടയിൽ എന്തൊക്കെയാണ് ഈ സമൂഹത്തിൻ്റെ മേലെ വന്ന് വീഴുന്നത്, നല്ല ആശയങ്ങളെ എങ്ങനെ കീഴ്പ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇടപെടലും ചെറുത്തുനിൽപ്പും ഉണ്ടാവില്ല. ഇപ്പം തന്നെ പറയാം, ആചാരങ്ങളൊന്നും ലംഘിച്ചു കൂടാന്നൊരു കൂട്ടർ. സെക്യുലറിസമാണ് രാജ്യത്തിൻ്റെ മുഖമുദ്ര. പക്ഷേ ആ സെക്യുലറിസം വലിയ അലമ്പാ ചിലർക്ക്. അല്ല, ഇന്ത്യ ഹൈന്ദവ രാഷ്ട്രമാകണമെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇന്ത്യ ഇസ്ലാം രാഷ്ട്രമാകണമെന്നൊരു കൂട്ടർ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഞാൻ ചോദിക്കും, നിങ്ങളിവിടെ ഇരിക്കുന്നവർ വ്യത്യസ്ത ചിന്താഗതിക്കാരാണ്. ഒന്ന് നെഞ്ചത്ത് കൈവച്ചിട്ട് ചോദിച്ചു നോക്കിയേ, ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാകണമെന്ന്, ഇന്ത്യ മുസ്ലിം രാഷ്ട്രമാകണമെന്ന്? ഇത് രണ്ടാകണമെന്ന് പറയുന്നവരോട് നമ്മൾ എതിരാണ്. കാരണം ഹിന്ദുവിൽ തന്നെ ഒരുപാട് അവാന്തര വിഭാഗങ്ങളുണ്ട്. അതിനകത്ത് ഒന്നാണ് നേരത്തെ പറഞ്ഞ ചാതുർവർണ്ണ്യം. അതിലെ ഒരാചാരമായിരുന്നു സതീ സമ്പ്രദായം, ഉടന്തടിച്ചാട്ടം. ഭർത്താവ് മരിച്ച ചെതയിൽ ഭാര്യ, പണ്ട് സീതാദേവി ശ്രീരാമൻ്റെ മുന്നിൽ ചാരിത്രം തെളിയിക്കാൻ വേണ്ടി തീ കൂട്ടി അതിനകത്ത് ചാടി മരിച്ചിരുന്നു. ചാരിത്രം തെളിയിക്കാൻ. ചാരിത്രം എന്ന് പറഞ്ഞാൽ എന്താ? ഭർത്താവിനെ വഞ്ചിച്ചിട്ടില്ല ഭാര്യ, വേറെ ആരോടും ബന്ധപ്പെട്ടിട്ടില്ല എന്തെളിയിക്കും. സീത പറഞ്ഞു, ഞാൻ രാവണൻ്റെ ആശ്രമത്തിൽ, രാവണൻ എന്നെ കൊണ്ടുപോയി അവിടെ അശോക വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരുത്തി, പക്ഷേ രാവണനോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല. ഒരുപാട് രാമായണ കഥകളുണ്ട് കേട്ടോ. ചിലതിൽ രാവണൻ്റെ മകളാണ് സീത. കാട്ടുജാതിക്കാരിയായിട്ടുള്ളൊരു സ്ത്രീയിൽ രാവണൻ രണ്ടു തരത്തിൽ പറയുന്നുണ്ട്. ഉപേക്ഷിച്ചു പോകുന്നു എന്നുള്ള കഥയുമുണ്ട്. എന്നാൽ രാവണൻ അറിയാതെ ആ സ്ത്രീ അക്രമികളാൽ കൊല്ലപ്പെട്ടപ്പോൾ ആ പിഞ്ചു കുഞ്ഞ് വേറെ എവിടെയോ ആയിപ്പോയി. പിന്നീട് അവരെ അന്വേഷിച്ച് രാവണൻ ചെല്ലുമ്പോഴേക്കും ആ കുഞ്ഞിനെ കാണുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഇപ്പം ആമിഷ് എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഒരു ഉത്തർപ്രദേശുകാരനോ മറ്റോ ബീഹാറുകാരനോ മറ്റോ ആയിട്ടുള്ള ആമിഷ് എഴുതിയിട്ടുള്ള സീരീസ് ഉണ്ട്. അതൊന്നും പൂർണ്ണമായിട്ടും എല്ലാം നമ്മൾ അംഗീകരിക്കുന്നതല്ലെങ്കിലും അതിനകത്ത് സീതയൊക്കെ വേറെ പ്രകൃത. അതിൻ്റെ ഒരു സീരീസ് സീത എന്നുള്ളതാണ്. നമ്മളിപ്പം വാൽമീകി രാമായണത്തിലൊക്കെയുള്ള കഥകളൊക്കെ കേട്ടിട്ട് സിനിമയിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ള അതിസുന്ദരിയായിട്ടുള്ള നല്ല സാരിയൊക്കെ ധരിച്ചിട്ടുള്ള ശ്രീരാമൻ വില്ലു കുലക്കാൻ വരുമ്പോൾ മട്ടുപ്പാവിലിരുന്ന് നാണം കുണുങ്ങി ഇല്ലേ, ഈ വില്ലൊടിച്ച ഇടിനാദം കേട്ടിട്ട് മയിൽ പീലി നിവർത്തി ആടിയതുപോലെ ഹർഷപുളകിതയായിട്ടുള്ള സീതയൊന്നും അല്ല ആമിഷിൻ്റെ സീത. ആ പഴയ ഗോത്രവർഗ ജീവിതകാലത്ത് അത് മാറി വരുന്ന ആ ഘട്ടത്തിൽ സീത ഒരു നാട്ടുരാജ്യമായിരുന്നു. പക്ഷേ അവിടെ നല്ല അഭ്യാസങ്ങളൊക്കെ ശീലിച്ച പടയാളിയായി. ഇതിൻ്റെ മുന്നിലുള്ള ചിത്രം, കവർ ചിത്രം സീതയുടേതാണ്. വലിയ അമ്പും വില്ലൊക്കെ തൊടുത്ത് നിൽക്കുന്ന, കൈക്കൊക്കെ നല്ല മസിലൊക്കെയുള്ള, അവിടെ ചില കാട്ടിലെ ഇതൊക്കെ ചെടിയുടെ റിങ്ങൊക്കെ ഇട്ടിട്ടുള്ള വലിയ ബലിഷ്ഠയായിട്ടുള്ള സീതയും രാമനും കാണുന്നത് തന്നെ എങ്ങനെയാണ്? ഇവർ ആ രാജ്യത്തെ മഹർഷി കൂട്ടിക്കൊണ്ടുപോകുന്നതാണ്. അവിടെ എന്തോ വിശേഷം എന്ന് പറഞ്ഞു. എല്ലാം മണ്ണ് കൊണ്ടെടുത്ത കെട്ടിടങ്ങളൊക്കെയാണ് അവിടെ. എന്നിട്ട് അവിടുത്തെ മാർക്കറ്റിലൂടെ ജനക മഹാരാജാവിൻ്റെ രാജ്യത്ത് നല്ല മാർക്കറ്റ് ഉണ്ടായിരുന്നു. ആ മാർക്കറ്റിലേക്ക് ഏട്ടനും അനിയനും കൂടി ഇങ്ങനെ വൈകുന്നേരം നടക്കാൻ പോയി. ഇവരവിടെ വന്നത് വേറെ ആർക്കും അറിയില്ല. അവിടെ വന്നിട്ട് തങ്ങിയിട്ടുണ്ട് ഒരുപാട് അതിഥികളുടെ കൂട്ടത്തിൽ ഒരു കൂട്ടരായിട്ട്. അങ്ങനെ നടക്കുമ്പോഴാണ് മാർക്കറ്റിൽ ഒരു ചെറിയ കുഞ്ഞ് ആ മാർക്കറ്റിൽ വെച്ച ഒരു പഴം, ഒരു കച്ചവടക്കാരൻ്റെ ഒരു പഴം എടുത്തിട്ട് കഴിക്കാൻ നോക്കി. അപ്പോൾ ആ കടക്കാരൻ ഭീമൻ ചാടി വീണ്, ഭീകരൻ, മറ്റേ ഭീമനല്ല, തടിയനായതുകൊണ്ട് പറഞ്ഞതാണ്, ആ കുഞ്ഞിനെ അടിച്ച് ശരിപ്പെടുത്തുന്നത് കണ്ടപ്പോൾ ഒരു യുവതി പറന്നു വീണ് ആ യമണ്ടനെ പിടിച്ച് കുനിച്ചു നിർത്തി കൈമുട്ട് കൊണ്ട് അവൻ്റെ പുറത്തിടിച്ച് അവൻ്റെ കഴുത്ത് പിടിച്ച് തിരിച്ച് വല്ലാത്ത രീതിയിൽ ആക്രമിച്ച് അവനെ വളർത്തിയടിച്ചു. അപ്പോൾ രാമനും ലക്ഷ്മണനും ദൂരെ നോക്കുക. അപ്പോൾ ലക്ഷ്മണൻ പറയും, ഏട്ടാ ഒരു പെൺകുട്ടിയാണ് നേരിടുന്നത്, നമുക്ക് പോയിട്ട് സഹായിക്കണ്ടേ? അപ്പോൾ രാമൻ പറഞ്ഞു, നിൽക്ക് അവൾ പ്രാപ്തയാണ്, നിൻ്റെ സഹായമൊന്നും അവൾക്ക് വേണ്ടെന്നാണ് തോന്നുന്നത്, അവൾ ആരാന്നറിയില്ല, അവൾ ചെയ്തോളൂ, കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്, നിൽക്കുമെന്ന് പറഞ്ഞു. മലർത്തിയെടുത്ത് വിജിഗീഷുവായി കുഞ്ഞിനോട് പൊയ്ക്കോളാൻ പറഞ്ഞു നിൽക്കുന്ന സീതയുടെ അടുത്ത് ചെന്നിട്ട് രാമൻ കൈകൂപ്പി. അപ്പോൾ ആരാന്നറിയാതെ സീതയും കൈകൂപ്പി. ആ പെൺകുട്ടി അങ്ങ് പോയി. അപ്പോൾ രാമൻ ലക്ഷ്മണനോട് പറയാണ്, ലക്ഷ്മണ, ഞാൻ എൻ്റെ ജീവിതത്തിലെ പങ്കാളിയെ കണ്ടെത്തിയിരിക്കുന്നു. അയ്യോ, ആരെന്നറിയാത്ത അല്ലേ ഈ പരാക്രമിയെയോ? സ്ത്രീയെക്കുറിച്ചുള്ള സങ്കല്പം എന്താ? നാണം കുണുങ്ങി കാൽനഖം കൊണ്ട് തറയിൽ വരഞ്ഞ് അല്ലേ അങ്ങനെ നിൽക്കുന്ന വളരെ ലളിതയായിട്ടുള്ള, അതിന് പകരം ഈ വലിയ അഭ്യാസിയെ ഏട്ടൻ മൂപ്പര് ഭാര്യയാക്കാൻ നോക്കുകയാണ്. ഏട്ടൻ എന്താ ഈ പറയുന്നതെന്ന് പറയാൻ പറഞ്ഞു, രാമ, ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയത്
എൻ്റെ മുന്നിൽ കൈകൂപ്പുന്ന ഒരുവളായിരിക്കരുത് എൻ്റെ ഭാര്യ. എനിക്ക് ആരുടെ മുന്നിൽ കൈകൂപ്പാൻ തോന്നുന്നുവോ അവളായിരിക്കണം എൻ്റെ ജീവിത പങ്കാളി എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നാദ്യമായിട്ട് ഒരു യുവതിയുടെ മുന്നിൽ എനിക്ക് കൈകൂപ്പാൻ തോന്നി. അവൾ തന്നെയാണ് എൻ്റെ വധു. പിന്നീടാണ് അത് ജനകൻ്റെ മകള് സീതയാണത്. ഞാൻ കഥ പറഞ്ഞു നിന്നാൽ നിങ്ങളുടെ ചോദ്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് മനുഷ്യൻ. ഇങ്ങനെയാണ് പുരാണ ഇതിഹാസങ്ങൾ പ്രചരിപ്പിക്കേണ്ടത്. അല്ലാതെ ഈ കെട്ടുകഥകൾ രാമൻ്റെ മുന്നിൽ ചാരിത്രം തെളിയിക്കാൻ ചാടിയത് കൊണ്ട് ഇന്നത്തെ എല്ലാ പെണ്ണുങ്ങളെയും പിടിച്ച് ചതയിലിട്ടിട്ട് ചുട്ടുകൊരുന്നു. അത് സായിപ്പ് നിരോധിച്ചു, എന്നിട്ടും ഇവിടെ നടന്നു, പിന്നെയും നിരോധിച്ചുകൊണ്ടേയിരിക്കുക, ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുക. ഉത്തർപ്രദേശിൻ്റെ ഗ്രാമത്തിലൊന്നും നടക്കുന്ന അറിയുന്നില്ല എന്നേ ഉള്ളൂ. ആ ആചാരം അവിടെയെല്ലാം നടക്കുന്ന പലതും കേരളത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരിക ചിലർ. ഇവിടെ കാണാത്ത പലതും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനൊന്നും പറയുന്നില്ല. പലതരത്തിലുള്ള ആചാരങ്ങൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നാളെ ഇതും വന്നാൽ ഏതെങ്കിലും ഒരു സ്ത്രീ വല്ലാത്ത അസ്വസ്ഥതയുടെ ഭാഗമായിട്ട് ചതയിൽ ചാടാൻ തയ്യാറായി മരിക്കാൻ ശ്രമിക്കും. അയ്യോ ഞാനിനി അദ്ദേഹം മരിച്ചിട്ട് ഞാനില്ല, ഞാൻ തീത്തുള്ളി മരിക്കുകയാണ്, ഞാൻ കെട്ടിത്തുള്ളുകയാണ്, ഞാൻ കെട്ടിത്തൂങ്ങിച്ചാവും എന്നൊക്കെ വിലപിക്കുന്ന ഭാര്യമാരുണ്ടാവും. അപ്പോൾ അവിടെ ചെന്ന് സഹായിക്കാൻ ചെല്ലുന്ന നമ്മളെന്താ പറയുക? അയ്യോ അരുത്, ഈ കുഞ്ഞുങ്ങളില്ലേ, പോയ ആൾ പോയി അല്ലേ, നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ നോക്കണ്ടേ, ധൈര്യം എടുക്ക്, മറക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ചിട്ട് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരേണ്ട നമ്മൾ ശരി ശരി ഭർത്താവ് പോയി ആ ചിതയിൽ നീ ചാടുന്നത് നമ്മുടെ ആചാരമാണ്, ചാടിക്കോളൂ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോവുക. ഇതാണ് ഇവിടെ കുഴപ്പം നടക്കുന്നത്. വലിയ നുണകൾ. ഗീബൽസ് പറഞ്ഞതുപോലെ ഹിറ്റ്ലർ പറഞ്ഞു നുണ പറയുക. നുണ പറയാൻ വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ വലിയ നുണ തിരഞ്ഞെടുക്കുക, അത് ലളിതമായി പറയുക, പറഞ്ഞുകൊണ്ടേയിരിക്കുക. 101 ആവർത്തി പറഞ്ഞാൽ ആ നുണ നേരാകും. ലളിതമായിട്ടുള്ള ചില കാര്യങ്ങളിലൂടെയാണ് വലിയ നുണക്കഥകൾ പ്രചരിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു പാദപൂജ വന്നിട്ടുണ്ട്, കേട്ടില്ലേ? പെട്ടെന്ന് കേട്ടാൽ എന്താ തോന്നുക ഇല്ലേ? പെട്ടെന്ന് കേട്ടാൽ നമുക്ക് തോന്നുന്നത് പ്രായമുള്ള ആളുകളുടെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരൊന്ന് കാൽ തൊട്ട് വണങ്ങുന്നത് തെറ്റാണോ? ഒറ്റ വാചകത്തെ എന്താ ഉത്തരം പറയുക? ഞാനൊക്കെ എന്നെ പഠിപ്പിച്ച ഒരുപാട് പ്രായമുള്ള അധ്യാപകരെ കാണുമ്പോൾ സാർ എന്ന് പറഞ്ഞൊന്ന് കുനിഞ്ഞ് തൊഴാറുണ്ട്. കാരണം അത് വേറെ എന്തെങ്കിലും ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടല്ല. ഇവിടെ നിരത്തി ഇരുത്തിയിട്ട് അതിൽ ചില പാർട്ടിയുടെ പ്രതിനിധികളടക്കം ഇരുന്നിട്ട് അവരുടെ എല്ലാം കാല് കുട്ടികളെ കൊണ്ട് കഴുകിപ്പിക്കുക എന്നുള്ളതൊരു അസമത്വത്തിൻ്റെ ഭാഗമായിട്ടാണ്. അവിടെ മണിപ്പൂരിൽ മെയ്തിയും കുക്കിയും കൂടി വലിയ ബഹളം നടക്കുകയാണല്ലോ. അതിൻ്റെ കഥയിലേക്ക് പോകുന്നില്ല. അവിടെ മെയ്തികളും കുക്കികളും നല്ലോണം ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന ഗോത്രവർഗ്ഗങ്ങളായിരുന്നു. ഈ മെയ്തികളുടെ ഇടയിൽ ഹൈന്ദവാശയങ്ങൾ പ്രചരിപ്പിച്ച് അവരെ ഇങ്ങ് പിടിച്ചു. അപ്പോൾ ഇവർ തമ്മിൽ അസ്പൃശ്യരായി. ഒരു കുക്കി പെണ്ണിനെ മെയ്തി പണ്ട് കല്യാണം കഴിക്കുന്നതിൽ ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല. പക്ഷേ അടുത്ത കാലത്ത് ഈ കുക്കി താഴ്ന്ന ജാതിയാണ്, കല്യാണം കഴിച്ചുകൂടാ. ഇനി യാഥാഭാവരത്തിന് കുക്കി പെണ്ണിനെ കല്യാണം കഴിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവളെ ശുദ്ധം വരുത്തിയിട്ടേ അകത്ത് കയറ്റാവൂ. അവളെ ശുദ്ധം വരുത്താൻ 2 കാര്യങ്ങളാണ്. ഒന്ന്, അവൾ ചാണകവെള്ളം കലക്കി കുടിക്കുക, എന്നാൽ ശുദ്ധായി എന്ന്. അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണൻ്റെ കാൽ കഴുകിയിട്ട് ആ വെള്ളം കുടിക്കുക. ഈ കാൽ കഴുകി വെള്ളം കുടിക്കുക എന്നുള്ള അധീശത്വമാണ് തിരിച്ചു കൊണ്ടുവരാൻ ഈ സൂത്രപ്പണിയിലൂടെ ചെയ്യുന്നത്. ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ കുഞ്ഞുങ്ങളെ ഒന്നും തല്ലാൻ പോലും പാടില്ല, ഭയങ്കര ശിക്ഷയാണ്. അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളെ വലുതായിട്ട് ഒന്നിച്ച് കിടത്തുന്നത് പോലും അനുവദിക്കാത്ത സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുണ്ട്. അവരെ സ്വതന്ത്രരാക്കി സ്വയം വളരാനുള്ള എന്നാൽ എല്ലാ ശ്രദ്ധയും കൊടുക്കണം. ഒരു ചെറിയ കോല് കൊണ്ട് അടിച്ചിട്ട് ഒരു കുട്ടി ഇറങ്ങിപ്പോയിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു കൂട്ടർ യൂറോപ്യൻ രാജ്യങ്ങളിൽ ജീവിക്കുമ്പോൾ പേടിച്ചരണ്ടി കുഞ്ഞിനെ കാണുന്നത് വരെ, കുഞ്ഞിനെ കിട്ടാഞ്ഞിട്ട് മാത്രമല്ല ആ കുട്ടിയെങ്ങാമല്ല പോലീസുകാരുടെയും മുന്നിൽ ചെന്ന് പെട്ടാൽ ഈ അച്ഛൻ്റെയും അമ്മേൻ്റെയും കഥ തീർന്നു തന്നെ. കുട്ടി പോയിട്ട് എന്നെ അടിച്ചു എന്ന് മറ്റോ പറഞ്ഞാൽ കേട്ടില്ലേ? അപ്പോൾ കുഞ്ഞുങ്ങളെ സ്വതന്ത്രമായി എങ്ങനെ വളർത്തിയെടുക്കണം? നല്ല വ്യക്തിത്വമുള്ള പൗരന്മാരായി അവരെ കൊണ്ട് കാല് കഴുകി വെള്ളം കുടിപ്പിച്ചിട്ടുള്ള അനുസരണ ഉണ്ടാക്കലല്ല. അവർ മുതിർന്നു വരുമ്പോൾ ഒരു അധ്യാപകനോട് സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ കൈകൂപ്പുന്നതിനോ ഒന്ന് നമസ്കരിക്കുന്നതിനോ നമ്മളാരും എതിരല്ല. പക്ഷെ നിങ്ങൾ ഇത് ചെയ്യണം, ഇതാണ് അച്ചടക്കം എന്ന് പറഞ്ഞിട്ടൊരു ആചാരക്രമമായിട്ട് അതിനെ കൊണ്ടുവരുന്നത് പഴയ ഫ്യൂഡൽ ആചാരങ്ങളിലേക്കുള്ള തിരിച്ചുപോക്ക. ഇങ്ങനെ കാൽ കഴുകി വെള്ളം കുടിച്ചിട്ടും ഏകലവ്യൻ്റെ വിരലിന് ചോദിച്ച ഗുരുക്കന്മാരുണ്ടായിരുന്നല്ലോ അല്ലേ? ഗുരുദൈവമാണ്, മഹേശ്വരനാണ് എന്ന് പറഞ്ഞാൽ മതിയോ? സ്വന്തം ഇഷ്ടപ്പെട്ട ശിഷ്യനേക്കാൾ കുറച്ച് മാർക്ക് കൂടുതൽ വാങ്ങുന്ന ഒരു ശിഷ്യനുണ്ടാവുമ്പോൾ അവൻ്റെ വിരൽ മുടിച്ച് വാങ്ങുന്നതാണ് ഗുരുത്വമെങ്കിൽ അതിനെ എങ്ങനെയാണ് നമ്മൾ അംഗീകരിക്കുക? അപ്പോൾ കൂട്ടരെ, അത്തരത്തിലുള്ള ആചാരക്രമങ്ങൾ മാറ്റേണ്ടത് മാറ്റി ആധുനിക ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങൾ വളർന്നു വരുന്ന സമൂഹത്തിലെ മനുഷ്യരായി ഈ കഞ്ചാവും മറ്റു മരുന്നുകളും എല്ലാം സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കി ചിന്തിക്കുകയും പഠിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു സോഷ്യലിസ്റ്റ് സമൂഹത്തിലേക്ക് നീങ്ങാൻ കഴിയുന്ന ഉത്തമ പൗരന്മാരായി
നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാനും നമ്മളങ്ങനെ ചിന്തിക്കാനും കഴിയണം. ഒരുപാട് പറയാനുണ്ടെങ്കിലും ഞാനിനി തുടരുന്നില്ല. ഇപ്പോൾ വരുന്ന പലതും ഇത്തരത്തിലുള്ള ആചാരക്രമങ്ങൾ പലതും നമ്മളെ നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് വലിക്കുന്നതാണ്. അതിസമർത്ഥമായി നമ്മളെ ആചാര പ്രക്രിയയിലൊക്കെ തളച്ചിടാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യ ഹിന്ദുവിൻ്റെതുമല്ല മുസ്ലിമിൻ്റെതുമല്ല. ഈ രാജ്യം ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും എല്ലാം കൂടിയ ജനാധിപത്യ രാഷ്ട്രമാണ്. പൗരത്വ നിയമമൊക്കെ ഉണ്ടാക്കുമ്പോഴും അത് ഓർമ്മയിലുണ്ടാകണം. വോട്ടേഴ്സ് ലിസ്റ്റിൽ ആളുകളെ ചേർക്കുമ്പോഴും എല്ലാവർക്കും തത്തുല്യമായ അവകാശം കൊടുക്കണം. ഈ എല്ലാ മതങ്ങളിലുമുള്ള ആര് തെറ്റ് ചെയ്താലും ആ തെറ്റിന് ശിക്ഷയൊക്കെ കിട്ടണം. അതിലൊന്നും ഏറ്റക്കുറച്ചിലൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു നിലപാട് നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഭാവി ഇന്ത്യ കലാപകലുഷിതമായിരിക്കും. ഒറ്റയൊരു അനുഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. വീണ വേണുഗോപാൽ എന്ന് പറഞ്ഞ് ഒരു പത്രപ്രവർത്തകയുണ്ട്, ഡൽഹി കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നത്. അവരെഴുതിയൊരു പുസ്തകമുണ്ട്, സ്വാതന്ത്ര്യത്തിൻ്റെ നാളുകളിൽ, ഇംഗ്ലീഷിലാണ്. സ്വാതന്ത്ര്യം കിട്ടിയ ആഗസ്റ്റ് 14 പിറ്റേന്ന് 15-നും 16-നും 17-നും ഒക്കെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങളെ അന്ന് ഓർമ്മശക്തിയുള്ള കുട്ടികളായിരുന്ന ഒരു 5, 8, 10, 15 വരെ വയസ്സ് പ്രായമുള്ള ആളുകളെ കണ്ട് ഇൻ്റർവ്യൂ ചെയ്ത് അവർ മരിക്കുന്നതിന് മുമ്പ്, അവർക്ക് 80 or 90 വയസ്സുള്ളപ്പോൾ ഇൻ്റർവ്യൂ ചെയ്ത് എഴുതിയതാണ്. അതിലൊന്ന് മഹാരാഷ്ട്രയിൽ, മുംബൈയിൽ, അന്നത്തെ ബോംബെ, ഒരു ഹിന്ദു കുടുംബം ആഗസ്റ്റ് 14 അർദ്ധരാത്രി റേഡിയോയും വെച്ച് ഈ നെഹ്റുവിൻ്റെ പ്രസംഗം കേൾക്കാൻ, സ്വാതന്ത്ര്യ പ്രഭാഷണം കേൾക്കാൻ കാത്തു നിൽക്കുകയാണ്. ആ വീട്ടിൽ സഹായിക്കാൻ വരുന്നത് ഒരു മുസ്ലിമാണ്. ഭയങ്കര സ്നേഹമാണ് വീട്ടുടമക്ക് ഈ മനുഷ്യനോട്. അയാൾ പറഞ്ഞു, എനിക്ക് നെഹ്റുവിൻ്റെ പ്രസംഗം കേൾക്കണം, അതുകൊണ്ട് ഞാനും എൻ്റെ വീട്ടിലെ കുഞ്ഞ് കുടിലാണ്, അദ്ദേഹത്തിൻ്റെ കുഞ്ഞ് വീടാണ്, ഇത് സമ്പന്നരാണ് ഈ കുടുംബം. അപ്പോൾ പറഞ്ഞെന്നാൽ നീ ഇവിടെ ഇരുന്നോളൂ, പ്രസംഗം കേൾക്കാം. അങ്ങനെ ആ മനുഷ്യൻ അവിടെ ഇരുന്ന് ഇന്ത്യ സ്വതന്ത്രയായതിൽ അങ്ങേയറ്റം അഭിമാനിച്ച്, ആ ഹിന്ദു വീട്ടുകാരനെ പോലെ തന്നെ ഈ മുസ്ലിം മനുഷ്യനും ഇന്ത്യ സ്വതന്ത്രയായതിൽ വലിയ സന്തോഷമായി. ഇനി ഞാൻ വീട്ടിൽ പോകട്ടെ, പുലരാറായി, ഞാൻ പോയിട്ട് ഉച്ചയ്ക്ക് ശേഷം മറ്റോ തിരിച്ചു വരാം, സ്വാതന്ത്ര്യത്തിൻ്റെ പ്രകടനമൊക്കെ ഉണ്ടാവുമല്ലോ, അതിലെനിക്ക് പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ തെരുവിൽ ഭയങ്കര ആരവം. നോക്കുമ്പം വലിയ തൃശ്ശൂലൊക്കെ എന്തിയിട്ട് അന്നത്തെ ഹിന്ദു മഹാസഭയുടെ ആളുകൾ തെരുവിലേക്ക് തള്ളി വരികയാണ്, നടന്നു വരികയാണ് വലിയ ആക്രോശവുമായിട്ട്. അപ്പോൾ ഇറങ്ങാൻ നോക്കുമ്പോൾ ഈ ഹിന്ദു കുടുംബനാഥൻ പിടിച്ചു വെച്ചു, ഇറങ്ങണ്ട, നീ ഇപ്പം ഇറങ്ങണ്ട. അല്ല, അത് ആഘോഷമായിരിക്കും, ആഘോഷമല്ല അത്, നീ ഇപ്പം ഇറങ്ങരുത്, നിന്നെ കണ്ടാൽ അവർ കൊല്ലും, അവർ ഹിന്ദു മഹാസഭയുടെ ആളുകളാണ്, പോകരുത്. അപ്പോൾ പറഞ്ഞു, അയ്യോ എന്നാൽ എൻ്റെ കുടിൽ ഈ വഴിക്കാണ്, എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ ഭാര്യയെയും എന്ത് ചെയ്തു എന്നറിയില്ലല്ലോ, എനിക്ക് പോയേ മതിയാവൂ, ഇറങ്ങരുതെന്നാവുന്നതും പറഞ്ഞിട്ടും ഇറങ്ങി. അപ്പോൾ ഈ ഗൃഹനാഥൻ്റെ അന്ന് 9 or 10 വയസ്സുള്ള മകൻ ഇതിൻ്റെ ബാൽക്കണിയിൽ പോയി നിന്നിട്ട് ഈ മനുഷ്യൻ, ഇയാളുടെ കുടുംബ സുഹൃത്താണ്, അയാൾ പോകുന്നത് നോക്കുമ്പോൾ ഈ വീട്ടിൽ നിന്നൊരു 10-100 മീറ്റർ അപ്പുറം എത്തുമ്പോഴേക്കും ഈ സംഘം ചാടി വീണ് മുസ്ലിമാണിവെന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് വെട്ടിയും കുത്തിയും കൊന്നു എന്നുള്ളതാണ്. എന്തൊരു സ്വാതന്ത്ര്യമായിരുന്നു കൂട്ടരെ! അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വെട്ടിയും തറച്ചും. ഏത് വികാരമാണ് അതിന് പ്രേരിപ്പിച്ചത്? സ്വാതന്ത്ര്യത്തിൻ്റെ വികാരമാണോ? അല്ല, മതത്തിൻ്റെ മേലെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു വല്ലാത്ത അഭിവാഞ്ചയാണ് അതിലേക്ക് നയിച്ചത്. അങ്ങനെയുള്ള ഒട്ടേറെ കഥകളുണ്ട്, ഞാനിവിടെ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വല്ലാത്തൊരു വികാരമാണ്. അതുണ്ടാവാതെ നമ്മുടെ സമൂഹത്തിലെ മനുഷ്യരെ ജനാധിപത്യ വിശ്വാസികളാക്കി മാറ്റി നമ്മുടെ നാടിൻ്റെ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും പട്ടിണിയും ശമ്പളം കുറഞ്ഞു പോകുന്ന ഏർപ്പാടും ഈ തൊഴിൽ സുസ്ഥിരതയില്ലായ്മയും പെൻഷൻ, സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിൽ നിന്ന് മാറിപ്പോയ അനുഭവവും എല്ലാം ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു സോഷ്യലിസ്റ്റ് സമൂഹത്തിലേക്ക് നീങ്ങാൻ, ഇന്നുള്ള ജനാധിപത്യത്തെ ശക്തമാക്കുന്നതിന് എനിക്കും നിങ്ങൾക്കും പങ്കുണ്ട്. അതിലപ്പുറത്തേക്കുള്ള സ്പർദ്ധയിലേക്ക് ഈ രാജ്യം നടന്ന് നീങ്ങിക്കൂടാ, സമൂഹം നടന്ന് നീങ്ങിക്കൂടാ എന്ന ഉത്തമ വിശ്വാസമുള്ളവരായിട്ട് മാറണം. കേരളം ആ നിലയിൽ ചിന്തിച്ചാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയത്. അത് പറയാൻ ഒട്ടും സമയമില്ല. കേരളത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റമുണ്ട്. ഇതുമായിട്ട് വികാരണിയൊന്നും 4 അയലത്ത് തട്ടിച്ചു നോക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടെ ശിശുമരണ നിരക്ക് 2016 1000 പ്രസവത്തിന് 12 ആയിരുന്നു. അത് നമ്മൾ മത്സരിച്ച് ഒരുപാട് ടീമൊക്കെ ഉണ്ടാക്കി, പ്രോജക്റ്റൊക്കെ ഉണ്ടാക്കി, ഇടപെട്ട് 2020 ആകുമ്പോഴേക്കും ശിശുമരണ നിരക്ക് 1000 പ്രസവത്തിന് 6 കുറഞ്ഞിരിക്കുന്നു. 5 എന്നായിരുന്നു ഒരു കണക്കിൽ. വേണ്ട, നമ്മൾ 6 ഒരു കണക്കുണ്ട്, 6 എടുക്കാം, നേരെ പകുതിയായി. ബീഹാറിലെ ശിശുമരണ നിരക്ക് എത്രയാണ് കൊണ്ടുവരിക? ഉത്തർപ്രദേശിലെ ശിശുമരണ നിരക്ക് എല്ലാം 40-നും 50-നും മേപ്പെട്ട. നമ്മളെങ്ങനെ ഈ നിലവാരത്തിലേക്ക് എത്തി? നമ്മൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ്. മാത്രം മരണനിരക്ക് 67 നിന്ന് 2019 ആകുമ്പോഴേക്കും നമ്മൾ
43 കുറച്ചു. 2020 ആകുമ്പോഴേക്കും ദ്രുതഗതിയിലുള്ള നമ്മുടെ പ്രവർത്തനത്തിന് ഫലം കണ്ടു. നമ്മളത് 19 കുറച്ചു. നമുക്ക് അവാർഡ് കിട്ടി. അഭിമാനത്തോടെ തലയുയർത്തി നിന്നു ഇന്ത്യ. കേരളത്തിൻ്റെ ഇടപെടൽ അതാണ് ആദരിക്കപ്പെട്ടത്. നിപ്പയും കോവിഡ് മാത്രമല്ല, അതിലും നമ്മൾ കൂട്ടായ പ്രവർത്തനം നടത്തി. നമുക്ക് നല്ല ഹെൽത്ത് സിസ്റ്റം ഉണ്ട്, പബ്ലിക് ഹെൽത്ത് സിസ്റ്റം. ഇതെല്ലാം മനസ്സിലാക്കണം. വിദ്യാഭ്യാസ രംഗത്ത് വന്ന മാറ്റം മനസ്സിലാക്കണം. എന്നിട്ട് ഇനി എന്താ പ്രശ്നം, ആ പ്രശ്നം നേരിടാൻ കൂട്ടായിട്ട് നമ്മളിനി എങ്ങനെ പ്രവർത്തിക്കണം. അത് ഒരിക്കലും ഇങ്ങനെയുള്ള മതപരമായിട്ടുള്ള വേർതിരിവോ അങ്ങനെയുള്ള ആശയങ്ങളോ നമ്മൾ തീണ്ടരുത്. ജാതിബോധം നമ്മെ വല്ലാണ്ട് കീഴ്പ്പെടുത്തരുത്. വേടൻ പറഞ്ഞതിലൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത് അതാണ്, അല്ലേ? വേടനെ ആര് നിയന്ത്രിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ കുട്ടി പാടിയ പാട്ടിൻ്റെ അകത്തൊക്കെ നല്ല അർത്ഥമുണ്ട്. ചില വരികൾ ലേശം ചീത്തയായിപ്പോയി, അല്ലേ? ഞാൻ പാണനല്ല, അവൻ പുലയനല്ല, നീ തമ്പുരാനുമല്ല, പിന്നത്തെ വരി പറയാൻ പറ്റില്ല. അതിനകത്ത് ലേശം ചീത്തയായിപ്പോയി. പക്ഷേ അവൻ്റെ അമർഷം കൊണ്ട് അങ്ങനെ എഴുതാൻ പാടില്ലായിരുന്നു എന്ന് പറയാം. പക്ഷേ ഇപ്പറഞ്ഞത് വേർപ്പ് തുന്നിയ കുപ്പായം, അല്ലേ? പിന്നെ അവൻ ചോദിച്ചത് കേരളത്തിൽ ജാതിബോധമില്ല എന്ന് പറയുന്നു, പക്ഷെ ഓരോ കിലോമീറ്ററിലും ഒരു ജാതി മാട്രിമോണി എങ്ങനെ വന്നു? മിശ്രവിഭാഗത്തെ സ്വതന്ത്ര ഇന്ത്യ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഇപ്പോൾ രാവിലെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ TV നോക്കിപ്പോയാൽ നല്ല ഈഴവ പെൺകുട്ടികളെ തിരഞ്ഞെടുത്ത് തരാൻ ഈഴവ മാട്രിമോണി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈഴവന്മാർക്കേ കുഴപ്പമുള്ളൂ എന്ന്. അത് പറഞ്ഞ് തീർന്നതിന് മുമ്പ് ഇതേ വന്നു നല്ല നായർ പെൺകുട്ടികളെ. ഇന്നലെ ഞാൻ ആദ്യമായിട്ട് കണ്ടത്, നേരത്തെ ഉണ്ട്, ഇത് കാണാൻ നേരമില്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ നല്ല ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഏതോ ഒരു പാതി നിന്നിട്ട് പറയുകയാണ്, എൻ്റെ കൂടെ പഠിപ്പും വിദ്യാഭ്യാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ 2 പേർക്കും ചെയ്യാൻ ജോലിയുണ്ട്. അത് നാട്ടിലെ കൂലിപ്പണിയായാലും വേണ്ടില്ല, യൂണിവേഴ്സിറ്റിയിലെ പണിയായാലും വേണ്ടില്ല. 2 കൂട്ടർ തമ്മിൽ സ്നേഹിക്കുന്നു. അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഈ മതം തടസ്സമാണോ ജാതി തടസ്സമാണോ? നിങ്ങൾ പറ. നമ്മുടെ പെൺകുട്ടി ഒരാളുമായിട്ട് ഇഷ്ടത്തിലായി, നമ്മൾ ചൂഴ്ന്നു നോക്കും, ഈ പയ്യൻ ഇട്ടേച്ച് പോകുന്നൊരുത്തനാണോ? അല്ല, നല്ലൊരു പയ്യനാണ്. എന്നാൽ പിന്നെ എന്തിനാ ജാതി നോക്കുന്നത്? അവരൊരുമിച്ച് ജീവിച്ചോട്ടല്ലേ. അങ്ങനെ ചിന്തിക്കാൻ എത്ര പേർക്ക് കഴിയും? എന്നാൽ ഒരേ ജാതി, ഒരേ സാമൂഹ്യ സ്റ്റാറ്റസ്, പക്ഷേ ആ ചെറുക്കൻ മഹാലവലാതി, അല്ലേ? അപ്പോൾ എൻ്റെ മകൾക്ക് ആ അലവലാതി ജാതിയുടെ പേരിൽ ഭർത്താവായിട്ട് വരട്ടെ എന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും അമ്മയുണ്ടെങ്കിൽ ആ അമ്മയെ നല്ല വടിയെടുത്തടിക്കണം, കേട്ടില്ലേ? അപ്പോൾ ഇത്രേ ഉള്ളൂ. അതുകൊണ്ട് നല്ല പുരോഗമന മനസ്സിൻ്റെ ഉടമകളാവുക കൂട്ടരെ. പണ്ട് കഴിഞ്ഞതും പഴയ തത്വമൊക്കെ കുറച്ച് പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ കാര്യം അത്ര പറഞ്ഞിട്ടില്ല ഞാൻ. പക്ഷേ അത് നിങ്ങൾ അണ്ടർസ്റ്റുണ്ടാണ്. കുറച്ച് നീണ്ടു പറഞ്ഞു, എന്നാലും കുറച്ച് ചോദ്യമൊക്കെ കേൾക്കാം. എന്നിട്ട് എനിക്ക് അടുത്ത പരിപാടിയിലേക്ക് വേഗം പോകേണ്ടതുണ്ട്. നിങ്ങളും പോകാൻ കുറച്ച് പേര് കൊഴിഞ്ഞു പോയി, വളരെ കുറച്ച്. സാധാരണയാകുമ്പോൾ ഒരു ഉദ്ഘാടനത്തിൻ്റെ പകുതിക്ക് പലരും എഴുന്നേറ്റ് പോകുന്ന ഒരവസ്ഥയാണ് ഇന്നത്തെ സമൂഹത്തിൽ. കാരണം ബ്രിട്ടനോട് സമരമൊന്നും ചെയ്യണ്ടല്ലോ. സ്വതന്ത്ര ഇന്ത്യയിലെ ഭരണാധികാരികളാണെന്ന് പറഞ്ഞ് അലങ്കരിച്ചിരുന്നിട്ട് കൃത്യമായിട്ട് 5 മണിക്ക് വീട്ടിലെത്തുകയാണ് നമ്മളെല്ലാം. എൻ്റെ കൂട്ടരെ 5 മണിക്ക് വീട്ടിലെത്താവുന്ന അവസ്ഥയിലല്ല നമ്മളിന്ന്. ഒരു 100 കാര്യങ്ങളിൽ ഇരുന്ന് നടന്ന് പ്രതിഷേധിച്ചില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പെരുവഴിയിലായി പോകുന്നൊരവസ്ഥയിലാണുള്ളതിപ്പോൾ. അതുകൊണ്ട് നമ്മൾ എത്ര സമയവും സാമൂഹ്യ രാഷ്ട്രീയ ചിന്തകൾക്കും പ്രവർത്തനത്തിനും വേണ്ടി വിനിയോഗിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇനി എന്തെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ അതിന് ഉത്തരവും കൂടി പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ഈ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ പറയേണ്ടടുത്ത് എത്തുന്നതിന് മുമ്പേ സമയം തീർന്നു പോകും. എൻ്റെയും കഥ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇനി പറയേണ്ടതെല്ലാം നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളല്ലേ, അത് നിങ്ങൾ കൂടി ചിന്തിക്കണം ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ എന്ന് കൂടി പറയുന്നു. നമുക്ക് മുമ്പേ ഈ ജാതി വ്യവസ്ഥയൊക്കെ ഇല്ലാതാക്കാൻ വലിയ സമരം ചെയ്ത, എന്നിട്ട് തൂക്കുമരത്തിലേറ്റപ്പെട്ട, എന്നിട്ട് ജയിലിനകത്ത് കൊല്ലപ്പെട്ട, അല്ലേ, എന്നിട്ട് അടികൊണ്ട് ക്ഷയരോഗികളായി മരിച്ചുപോയ നമ്മുടെ മുൻ തലമുറയെ നമുക്ക് നമിക്കാം. കാരണം ഇന്ന് നമുക്ക് ഒന്നിനൊന്ന് മാറാനുള്ള സാരിയും ചുരിദാറൊക്കെ ഉണ്ട്, 3 നേരം ഭക്ഷണം കഴിക്കാനുള്ള വകയുണ്ട്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള സ്കൂളുണ്ട്, ഒരു സൈക്കിളോ ഒരു ബൈക്കോ അല്ലെങ്കിൽ ഒരു കാറോ എടുത്ത് ഓടിച്ചു പോകാവുന്ന റോഡുണ്ട്, ഒക്കെ ഉണ്ട്. അതൊക്കെ അവരുടെ സംഭാവനയാണ്, അവരെ മറക്കാൻ പറ്റില്ല. അവരുടെ സംഭാവനയിൽ ജീവിക്കുന്ന നമ്മൾ ഈ സമൂഹത്തിൽ വരുന്ന എല്ലാ വൃത്തികേടിനെതിരെയും തലയുയർത്തി നിന്ന ഇടപെടലുകളും ചെറുത്തുനിൽപ്പുകളും നിങ്ങൾ പറഞ്ഞതുപോലെ നടത്താൻ മനസ്സുള്ളവരായിട്ട് മാറണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു.